السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم اجعل حبك أحب إلينا من أنفسنا. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. رب زدنا علما نافعا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. الحمد لله. നമ്മൾ കഴിഞ്ഞ ദിവസം 177 അല്ലെ ആയത്തുൽ ബിർ ആണ് കണ്ടത്. സുബ്ഹാനല്ലാഹ്. ആയത്തുൽ ബിർ എന്നുള്ള ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ലെസൺ നമ്മൾ കണ്ടതെന്താന്ന് വെച്ചാൽ പറ്റി അല്ലെങ്കിൽ പുണ്യം അല്ലെങ്കിൽ ബിർ എന്ന് പറയുന്നത് നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാന്നുള്ളതല്ല. അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് എന്താണ് ഇഷ്ടം, അള്ളാഹ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് ഉള്ളത്, അത് ചെയ്യലാണെന്ന് അല്ലേ. കാരണം പൊതുവെ നമ്മൾ എന്താന്ന് വെച്ചാൽ നമുക്ക് ഏതെങ്കിലും ഒന്നോ രണ്ടോ കാര്യങ്ങൾ അമലുകൾ അത് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നും. ഓക്കെ, അപ്പം അത് ചെയ്യാൻ നമുക്കൊരു എൻജോയ്മെന്റും ഉണ്ടാവും. അപ്പൊ അതിന് മാത്രം ഫോക്കസ് ചെയ്ത് അത് മാത്രം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്താറുണ്ട്. എന്നിട്ട് മറ്റു പല പ്രവർത്തികളും മറ്റു പല കാര്യങ്ങളും നമ്മൾ അത്ര കാര്യമായിട്ട് എടുക്കാറുമില്ല അല്ലെ. ഷാത്തുൽ ബിർ പറഞ്ഞ എന്താ, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ തൃപ്തി ഉള്ള കാര്യങ്ങൾ ഇന്നതൊക്കെയാണ് അല്ലെ. അപ്പം ഞാൻ ചെയ്യുന്ന എന്തോ ഒന്നോ രണ്ടോ കാര്യമല്ല, ഇതെല്ലാം ചെയ്യലാണ്, എല്ലാം കഴിവിന്റെ പരമാവധി ചെയ്യലാണ് എന്ത് ബിർ എന്ന് പറയുന്നത്. പലപ്പോഴും നമുക്ക് പല കാര്യങ്ങളും ചിലപ്പോൾ പ്രയാസമുള്ളതായിട്ട് തോന്നാം. പക്ഷെ അള്ളാഹ്ക്ക് അത് ഇഷ്ടമുണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ് അത് ചെയ്യലാണ് ബിർ, അത് ചെയ്യലാണ് പുണ്യം. ഇപ്പം നോമ്പ് അല്ലെ, നോമ്പ് ഒരു പക്ഷെ തുടങ്ങുന്ന സമയത്തൊക്കെ സുബ്ഹാനല്ലാഹ് നമുക്ക് ഭയങ്കര പ്രയാസമാണ് അല്ലെ. നമ്മൾ അതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും നിർത്തണം നോമ്പ് ചെയ്യുമ്പോൾ. പക്ഷെ അതെത്ര പ്രയാസമാണെങ്കിലും അള്ളാഹ്ക്ക് തൃപ്തി ഉള്ളത് കൊണ്ട് അല്ലെ, അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ മേലെ ബാധ്യതയാക്കിയത് കൊണ്ട് നമ്മളത് ചെയ്യാണ്. അപ്പം ബിർ എന്ന് പറയുന്നത് എന്താണ്, അള്ളാഹ്ക്ക് കീഴൊതുങ്ങലാണ്, അള്ളാഹിന്റെ റിദ്വാൻ, അള്ളാഹിന്റെ തൃപ്തി അന്വേഷിക്കലാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാഹിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ മേലെ ബാധ്യതയാക്കിയ കാര്യങ്ങൾ ചെയ്യണം, ലൈക്ക് നമസ്കാരം, സക്കാത്ത് പോലെയുള്ളത്. എന്നാൽ വേറെ ചില കാര്യങ്ങളുണ്ട് നിർബന്ധമാക്കിയിട്ടില്ല, നമുക്ക് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട് അല്ലെ, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, വേണ്ടെങ്കിൽ എടുക്കണ്ട. പക്ഷെ അതും കൂടെ ചെയ്യലാണ് എന്ത് യഥാർത്ഥത്തിലുള്ള ബിർ, പുണ്യം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ അതും കൂടെ എടുത്തോ അള്ളാഹിന്റെ തൃപ്തിക്ക് വേണ്ടി. അല്ലെങ്കിൽ അല്ലെ യൗമുൽ ആഖിറയിൽ നമ്മൾ ഒരു വെറും കൈയോടുകൂടി അല്ലെങ്കിൽ നമുക്ക് വേണ്ടത്ര കാര്യങ്ങൾ നമ്മുടെ കയ്യിലില്ലാതെ നമ്മൾ ചെല്ലേണ്ടി വരും. സുബ്ഹാനല്ലാഹ്. അപ്പം ഇനി വരുന്ന ആയത്തില് നമ്മൾ ഇൻഷാ അല്ലാഹ് ഇന്ന് 2 ആയത്തുകൾ നോക്കാം. ആ ആയത്തിനകത്ത് നമ്മൾ ചില നിയമങ്ങൾ, അതായത് നിയമപരമായിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല വിശ്വാസികളുടെ മേൽ ബാധ്യതയാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഇൻഷാ അല്ലാഹ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പനകള് അനുസരിക്കുന്നത് വഴിയും അള്ളാഹു സുബ്ഹാനഹു തആലയുടെ തൃപ്തി നമുക്ക് നേടാം അല്ലെ. അതും എന്താണ്, ബിറിന്റെ ഒരു ഭാഗമാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് 178 179 ആയത്തുകള്. 178 يا أيها الذين آمنوا كتب عليكم القصاص في القتلى الحر بالحر والعبد بالعبد والأنثى بالأنثى فمن عفي له من أخيه شيء فاتباع بالمعروف وأداء إليه بإحسان ذلك تخفيف من ربكم ورحمة فمن اعتدى بعد ذلك فله عذاب أليم. സത്യവിശ്വാസികളെ, കൊല ചെയ്യപ്പെടുന്നവരുടെ കാര്യത്തിൽ തുല്യ ശിക്ഷ നടപ്പാക്കുക എന്നത് നിങ്ങൾക്ക് നിയമമാക്കപ്പെട്ടിരിക്കുന്നു. സ്വതന്ത്രന് പകരം സ്വതന്ത്രനും അടിമയ്ക്ക് പകരം അടിമയും സ്ത്രീക്ക് പകരം സ്ത്രീയും കൊല്ലപ്പെടേണ്ടതാണ്. ഇനി അവന്, അതായത് കൊലയാളിക്ക്, തന്റെ സഹോദരന്റെ പക്ഷത്ത് നിന്ന് വല്ല ഇളവും ലഭിക്കുകയാണെങ്കിൽ അവൻ മര്യാദ പാലിക്കുകയും നല്ല നിലയിൽ, അതായത് നഷ്ടപരിഹാരം കൊടുത്തു വീട്ടുകയും ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള ഒരു വിട്ടുവീഴ്ചയും കാരുണ്യമാകുന്നു അത്. ഇനി അതിനുശേഷവും ആരെങ്കിലും അതിക്രമം പ്രവർത്തിക്കുകയാണെങ്കിൽ അവന് വേദനയേറിയ ശിക്ഷയുണ്ടായിരിക്കും. സുബ്ഹാനല്ലാഹ്. നമുക്ക് വാക്കർത്ഥങ്ങൾ നോക്കാം. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വസിച്ചവരെ, സത്യവിശ്വാസികളെ. കുതിബ എഴുതപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. കാഫ് ത ബ. ഓക്കെ, കുതിബ കാഫ് ത ബ എഴുതപ്പെട്ടിരിക്കുന്നു.
അലൈക്കും നിങ്ങൾക്ക്, നിങ്ങളുടെ മേൽ, അല പ്ലസ് കും. അൽ ഖിസാസ്, ഖിസാസ് ഖാഫ് സ്വാദ് സ്വാദ് പുതിയ റൂട്ടാണ്. ഖിസാസ് എന്ന് പറഞ്ഞാൽ പ്രതിക്രിയ അല്ലെങ്കിൽ തുല്യ ശിക്ഷ, ഈക്വൽ റിട്രിബ്യൂഷൻ എന്ന് പറയും. ഓക്കെ, തുല്യമായിട്ട് പകരം ചെയ്യുക എന്നുള്ളത്. ഫിൽ ഖത്ല, കൊല ചെയ്യപ്പെട്ടവരുടെ കാര്യത്തിൽ, കൊല്ലപ്പെട്ടവരുടെ കാര്യത്തിൽ. ഖത്ല ഖാഫ് ത ലാം. അൽ ഹുറു സ്വതന്ത്രൻ, ഹ റോ റോ. ബിൽ ഹുറി സ്വതന്ത്രന് പകരം. വൽ അബ്ദു അടിമ, ബിൽ അബ്ദി അടിമയ്ക്ക് പകരം. വൽ ഉൻസ സ്ത്രീ, സ്ത്രീ ഉൻസ ഹംസ നൂൻ സ, ബിൽ ഉൻസ സ്ത്രീക്ക് പകരം. ഫമൻ എന്നാൽ ആര്, ഉഫിയ ഐൻ ഫ വൗ മാപ്പ് ചെയ്യപ്പെട്ടു. ഓക്കെ, മാപ്പ് കൊടുക്കല്ല, മാപ്പ് ചെയ്യപ്പെട്ടു. ലഹു അവന്, മിൻ അഖീഹി അവന്റെ സഹോദരനിൽ നിന്ന്. മിൻ പ്ലസ് അഹ് പ്ലസ് ഹി, അഹ് പ്ലസ് ഹുവ ആണ് അഖീഹി അവന്റെ സഹോദരനിൽ നിന്ന്. ഷെയ്ഉൻ വല്ലതും. ഫത്തിബാഉൻ അപ്പോൾ പിൻപറ്റൽ, തിബാ ഇത്തിബാ തബ ഐൻ നമ്മൾ മുമ്പ് കുറെ കണ്ടിട്ടുള്ള റൂട്ടാണ്. ബിൽ മഅറൂഫി മര്യാദ, ഐൻ റോ ഫ ഉർഫ. നമുക്ക് അതിന്റെ മീനിങ് വിശദമായിട്ട് കാണാം ഇൻഷാ അല്ലാഹ്. വഅദാഉൻ കൊടുത്തു വീട്ടലും, ഹംസ ദാൽ യ. ഇലൈഹി അവന്, ബി ഇഹ്സാൻ നല്ല നിലയിൽ, ഇഹ്സാനോടുകൂടി. ഓക്കെ, ഹ സീൻ നൂൻ. ദാലിക അതും, തഖ്ഫീഫു ഒരു ലഘൂകരണം, ലൈറ്റ് ആക്കല്. ഓക്കെ, വെയിറ്റ് കുറയ്ക്കല്, ഭാരം കുറയ്ക്കല്. ഹ ഫ ഫ. മിർ റബ്ബിക്കും നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള, മിൻ പ്ലസ് റബ്ബ് പ്ലസ് കും. ഓക്കെ, മിൻ റബ്ബിക്കും. വറഹ്മത്തുൻ കാരുണ്യം. ഓക്കെ, കാരുണ്യവുമാണ്. ഫമൻ എന്നാൽ ആര്, എഅ്തദ അതിര് കവിഞ്ഞുവോ, എഅ്തദ ഐൻ ദാൽ വാവ് അദു സെയിം റൂട്ടാണ്, അതിര് കവിഞ്ഞുവോ. ബഅദ ദാലിക അതിനുശേഷം, ഫലഹു അപ്പോൾ അവന്, ഫ പ്ലസ് ല പ്ലസ് ഹു. ഓക്കെ, ഫലഹു അപ്പോൾ അവന്, അദാബുൻ ശിക്ഷ, അലീമുൻ വേദനയേറിയ. നമുക്ക് തഫ്സീർ നോക്കാം. യാ അയ്യുഹല്ലദീന ആമനു അല്ലയോ വിശ്വസിച്ചവരെ, ഓ സത്യവിശ്വാസികളെ. കുതിബ അലൈക്കുമുൽ ഖിസാസു ഫിൽ ഖത്ല, കുതിബ നിങ്ങൾക്ക് നിയമമാക്കപ്പെട്ടിരിക്കുന്നു, അല്ലെ, നിങ്ങളുടെ മേലെ എഴുതപ്പെട്ടിരിക്കുന്നു. എന്ത്, അലൈക്കുമുൽ ഖിസാസ്, ഖിസാസ് എന്ന് വെച്ചാൽ തുല്യ ശിക്ഷ അല്ലെങ്കിൽ പ്രതിക്രിയ. ഫിൽ ഖത്ല ആര് കൊല്ലപ്പെട്ടോ അവരുടെ കാര്യത്തിൽ. അപ്പം യാ അയ്യുഹല്ലദീന ആമനു ആരാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അഡ്രസ് ചെയ്യുന്നത്, ആരെയാണ് അഡ്രസ് ചെയ്യുന്നത്, എല്ലാ വിശ്വാസികളെയും, അല്ലെ. തൊട്ടു മുമ്പുള്ള ആയത്തില് അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെയാണ് അഡ്രസ് ചെയ്തത്, മൻ ആമന ബില്ലാഹി, അല്ലെ. ഓരോരുത്തരെ, ഓരോ ഇൻഡിവിജ്വൽസിനെയാണ് അവിടെ റെഫർ ചെയ്തത്, അല്ലെ. വൽയൗമിൽ ആഖിരി വആതൽ മാല അലാ ഹുബ്ബിഹി അങ്ങനെ പറഞ്ഞിട്ട് ഓരോരുത്തരെയാണ് റെഫർ ചെയ്തത്. ഇവിടെ എല്ലാ സത്യവിശ്വാസികളെയും ഒന്നിച്ച് അഡ്രസ് ചെയ്തിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അല്ലെ. ഇത് എന്താണ്, അങ്ങനെ യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞ അഡ്രസ് ചെയ്താൽ നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെ. ഈ ഒരു കാര്യം എന്താണ്, നിങ്ങളുടെ ഈമാൻ മുഴുവനാകുന്നതിന്റെ എന്താണ്, ഒരു ബാധ്യതയാണ്, അല്ലെ. ഈ ഒരു കാര്യം നിങ്ങളുടെ വിശ്വാസത്തിന്റെ ഒരു ബാധ്യതയാണ്, ഒരു ഭാഗമാണ്. നിങ്ങൾ ഇത് നിങ്ങളുടെ മേലെ നിർബന്ധമാണ്. ഈ നിർബന്ധം നിങ്ങൾ ബാധ്യതയായിട്ട് ഏറ്റെടുക്കണം. എന്താണത്, കുതിബ അലൈക്കുമുൽ ഖിസാസ്. കുതിബ ഞാൻ പറഞ്ഞു എഴുതപ്പെട്ടു, കാഫ് ത ബ, കിതാബ എന്ന് പറഞ്ഞാൽ എഴുതാം. അപ്പം എന്തെങ്കിലും ഒരു കാര്യം എഴുതപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് അതിന്റെ അർത്ഥം, അത് നിങ്ങളുടെ മേല് ഫർദാക്കിയിരിക്കുന്നു, നിർബന്ധമാക്കിയിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. എന്തെങ്കിലും ഒന്ന് എഴുതപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫിക്സ് ആണ്, അല്ലെ. അതിന് മാറ്റമൊന്നുമില്ല, അത് ചെയ്യണം എന്ന് മനസ്സിലാക്കാം. അപ്പം കെതബ അല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്, കെതബ അല. ഓക്കെ, കെതബ അല എന്നുള്ള യൂസേജ് ആണ് ഇവിടെ വരുന്നത്. അതാണ് എന്താണ്, നിർബന്ധമാക്കുക, വാജിബാക്കുക എന്നുള്ള അർത്ഥമായിട്ട് വരുന്നത്. കുത്തിബ അല എന്ന് എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാല്, അല്ലെങ്കിൽ കാഫ്താബ കിതാബ് എന്നുള്ള റൂട്ടിൽ നിന്ന് കെതബ അല എന്നുള്ള രീതിയിൽ വന്നു കഴിഞ്ഞാൽ അത് പിന്നെ എന്താണ്, വാജിബാണ്. നമുക്ക് പിന്നെ വേറെ ചോയ്സ് ഒന്നുമില്ല. ഓക്കെ, എന്താണ് വാജിബാക്കിയിട്ടുള്ളത്, അൽ ഖിസാസ്. എന്തിനെ കുറിച്ച്, ഫിൽ ഖത്ല ആരാണോ കൊല്ലപ്പെട്ടത്, കൊല്ലപ്പെട്ടവരെ കുറിച്ചുള്ള ഖിസാസ്. ഖിസാസ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ലീഗൽ ടേം ആണ്. ഓക്കെ, ഒരു നിയമപരമായിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ സാങ്കേതികമായിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്കൽ ഒരു ടേം ആണ്. അതിന്റെ റൂട്ട് ഖാഫ് സ്വാദ് സ്വാദ്, ഖസ്സ യഖുസ്സു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്നിനെ ഫോളോ ചെയ്യുക, പിന്തുടരുക. ഏതെങ്കിലും ഒരാളുടെ ഫുഡ് സ്റ്റെപ്സ്, അതായത് കാലടികൾ അതേപോലെ പിന്തുടരുക. എന്നാൽ ഖിസാസ് എന്ന് പറഞ്ഞ വാക്ക്
അതിനർത്ഥം ഒരു ക്രിമിനലിനെ, ഒരു കുറ്റവാളിയെ ശിക്ഷിക്കുക എന്നുള്ളതാണ്. എങ്ങനെ ശിക്ഷിക്കുക എന്നാണ്? ഒരു കുറ്റവാളി ചെയ്ത തെറ്റ് എന്താണോ അതേപോലെ അവനെ ശിക്ഷിക്കുക. എന്ത് തെറ്റാണോ ചെയ്തത് അതേ തെറ്റുകൊണ്ട് അവനെ ശിക്ഷിക്കുക. സുബ്ഹാനല്ലാഹ്. ഓക്കെ, അവൻ ആരെങ്കിലും കൊന്നു കഴിഞ്ഞാൽ അവനെ തിരിച്ചു കൊന്നിട്ട് ശിക്ഷിക്കുക. അവൻ ആരുടെങ്കിലും എല്ലൊടിച്ചു കഴിഞ്ഞാൽ അവന്റെ എല്ലൊടിച്ചിട്ട് ശിക്ഷിക്കുക. ആരുടെങ്കിലും കൈ മുറിച്ചു കഴിഞ്ഞാൽ അവന്റെ കൈ മുറിച്ചിട്ട് ശിക്ഷിക്കുക. ആരെങ്കിലും തീ കൊളുത്തി കൊന്നു കഴിഞ്ഞാൽ അത് അവനെ പകരം തീ കൊളുത്തിട്ട് ശിക്ഷിക്കുക. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഖിസാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് എന്താ? അതേ രീതി പിന്തുടരുക എന്നല്ലേ. അതായത് ഒരു ക്രിമിനൽ, ഒരു കുറ്റവാളി ഒരു തെറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഒരാൾക്ക് ഉപദ്രവം വരുത്താൻ വേണ്ടി ഏത് വഴി എടുത്തോ അതേ വഴി തന്നെ, അവന്റെ അതേ വഴി പിന്തുടർന്ന് അവനെ ശിക്ഷിക്കലാണ് എന്ത്? ഖിസാസ്. സുബ്ഹാനല്ലാഹ്. അപ്പം അങ്ങനെയാണ്, അതുകൊണ്ടാണ് ഖിസാസ് എന്നുള്ള വാക്കിന് തുല്യ ശിക്ഷ അല്ലെങ്കിൽ പ്രതിക്രിയ, അതായത് ചെയ്തതിന് പ്രതിക്രിയ എന്ന് വെച്ചാൽ പകരം ചെയ്യുന്ന ക്രിയ എന്ന അർത്ഥത്തിൽ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. ഈക്വൽ ആയിട്ടുള്ള ശിക്ഷ കൊടുക്കുക. അപ്പം അവൻ ചെയ്ത തെറ്റിന് അതേപോലെ തന്നെ ശിക്ഷിക്കുക. സുബ്ഹാനല്ലാഹ്. സാധാരണഗതിയിൽ അല്ലെ, നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും രീതിയിൽ ഒരു ഉപദ്രവം, നമുക്കൊരു വിഷമം ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാല് സുബ്ഹാനല്ലാഹ് നമ്മുടെ ഉള്ളിൽ അല്ലെ എന്തായാലും അവനോട് അവൻ എന്തെങ്കിലും ഒന്ന് തിരിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് സമാധാനമാവില്ല അല്ലെ. ശരിയാണ്, നമുക്കത് ക്ഷമിക്കാണ് പ്രതിഫലം എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരുപക്ഷെ ക്ഷമിക്കുന്നവർ തന്നെയാണ് നമ്മളൊക്കെ. പക്ഷെ നമ്മുടെ ഉള്ളില് ഏറ്റവും ആദ്യം വരുന്ന വികാരം അവന് അത് പകരം കൊടുക്കണം അല്ലെ. അവൻ തന്നതിനേക്കാൾ കുറച്ചു കൊടുക്കുന്നതിന് കാര്യം ആലോചിച്ചാൽ പോലും നമുക്ക് സമാധാനം ഉണ്ടാവില്ല അല്ലെ. നമ്മളോട് എന്തെങ്കിലും ഒരു അനീതി ചെയ്തു കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് അത് തിരിച്ചു കൊടുക്കലാണ് ശരി എന്നാണ് നമ്മുടെ ഉള്ളില് തോന്നുക. നമുക്ക് അതേപോലെ തന്നെ കൊടുത്തില്ലെങ്കിൽ ഒരു സമാധാനവും ഉണ്ടാവില്ല. അതിനേക്കാളും കുറച്ചെന്ന് ആലോചിക്കുന്ന പോലും നമുക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല അല്ലെ. സുബ്ഹാനല്ലാഹ്. അത് വളരെ ചെറിയ കാര്യമാണെങ്കിലും ഇപ്പൊ നമ്മൾ വെറുതെ ഒരാള് ചെറുപ്പത്തിലൊക്കെ ഒരാളൊന്ന് നുള്ളിക്കഴിഞ്ഞാൽ തിരിച്ചൊന്ന് നുള്ളിയാലാണ് നമുക്ക് സമാധാനമാവുക. ആരെങ്കിലും ഒരാൾ നമ്മളുടെ കോമ്പൗണ്ടിലേക്ക് എന്തെങ്കിലും അഴുക്കോ വൃത്തികേടോ എടുത്തിട്ട് കഴിഞ്ഞാൽ അത് തിരിച്ച് അങ്ങോട്ട് ഇടുമ്പോഴാണ് നമുക്കൊരു സമാധാനമാവുക. അത് ചെറിയ കാര്യങ്ങൾ. ഇനി വലിയ കാര്യങ്ങളിലാണെങ്കിൽ അല്ലേ, ഒരാളെ കൊന്നു കഴിഞ്ഞാല് സുബ്ഹാനല്ലാഹ് ആ കൊല്ലപ്പെട്ടവന്റെ ആ ഒരു വിക്ടിമിന്റെ കുടുംബത്തിന് തിരിച്ച് അല്ലെ അവൻ എന്നാ വെറുതെ പോയിക്കോട്ടെ എന്ന് തോന്നാൻ ചാൻസ് ഇല്ല അല്ലെ. എന്താ തോന്നുക? അവനെ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. നമ്മൾ ചുറ്റുപാടും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. അവനങ്ങ് വെറുതെ വിട്ടേക്ക്, അല്ലെങ്കിൽ അവനൊരു 5-10 കൊല്ലം ജയിലിൽ ഇട്ടിട്ട് അങ്ങ് ഫ്രീ ആയിട്ട് വിട്ടേക്ക് നമുക്ക് തോന്നൂല. അങ്ങനെ ഒരു ചിന്തയെല്ലാം നമുക്ക് എന്തായാലും വരാം അല്ലെ. അപ്പം അതേപോലെ അവന് പകരം കൊടുത്താലേ നമുക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കുതിബ അലൈക്കുമുൽ ഖിസാസ്, ഈക്വൽ ആയിട്ടുള്ള തുല്യമായിട്ടുള്ള ശിക്ഷ, പ്രതികാരം, അതാണ് നിങ്ങളുടെ മേൽ എഴുതപ്പെട്ടിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. എഴുതപ്പെട്ടിട്ടുള്ളത്, നിങ്ങളുടെ മേൽ നിർബന്ധമാക്കിയിട്ടുള്ളത്. ആരെക്കുറിച്ച്? ഫിൽ ഖത്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖതീൽ എന്ന വാക്കിന്റെ പ്ലൂറലാണ് ഖത്ല. ഓക്കെ, ഖതീൽ ഖാഫ് ത ലാം. ഖത്ൽ എന്ന് പറഞ്ഞാൽ കൊല്ല. ഖതീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഖ്തൂൽ എന്നാണ് അർത്ഥം, അതായത് കൊല്ലപ്പെട്ടവൻ. ഓക്കെ, ഖതീലിന്റെ പ്ലൂറലാണ് ഖത്ല, കൊല്ലപ്പെട്ടവർ. ഓക്കെ, അതിന്റെ പ്ലൂറൽ. ഓക്കെ, അപ്പൊ ആരെങ്കിലും ഒരാള് ഒരു ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു നിഷ്കളങ്കനായിട്ടുള്ള തെറ്റുകൾ ചെയ്യാത്തതിന്റെ പേരിൽ ഒരാള് സുബ്ഹാനല്ലാഹ് കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ ആ നിഷ്കളങ്കന്റെ പേരിൽ അല്ലെ, ആ ഒരു വിക്ടിമിന്റെ പേരിൽ വിക്ടിമിന്റെ സൈഡ് നമ്മൾ നിൽക്കണം. ആ ഒരു കൊല്ലപ്പെട്ട ആളുടെ സൈഡ് നമ്മൾ നിൽക്കണം അല്ലെ. അവന്റെ നീതിക്ക് വേണ്ടി നമ്മൾ നിൽക്കണം, അവന്റെ അവകാശങ്ങൾക്ക് വേണ്ടി നമ്മൾ നിൽക്കണം. അവൻ മരിച്ചുപോയി, അതൊക്കെ ശരി തന്നെ. പക്ഷെ അവനോട് തെറ്റ് ചെയ്തവന് ശിക്ഷ കൊടുക്കുന്ന കാര്യത്തിന് വേണ്ടി നമ്മൾ നിൽക്കണം. സുബ്ഹാനല്ലാഹ്. അവന്റെ സൈഡ് നമ്മൾ നിൽക്കണം. തെറ്റ് ചെയ്യപ്പെട്ടവന്റെ സൈഡാണ് നമ്മൾ നിൽക്കേണ്ടത് അല്ലെ. തെറ്റ് ചെയ്തവനെ നമ്മൾ ശിക്ഷ വാങ്ങി കൊടുക്കല് നമ്മുടെ ഡ്യൂട്ടിയിൽ പെട്ടതാണ്. അപ്പം അവർക്ക് വേണ്ടിയിട്ട് നീതി ഉണ്ടാക്കണം. സോ കുതിബ അലൈക്കുമുൽ ഖിസാസു ഫിൽ ഖത്ല, ഇത് നമ്മളുടെ ഈമാൻ പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമാണത്. കാരണം അള്ളാഹു സുബ്ഹാനഹു തആല നീതിയുള്ളവനാണ് അല്ലെ. അള്ളാഹുവിന് നീതി ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അവൻ നീതി വേണം. അവൻ നീതി നമ്മളുടെ മേല് എഴുതിയിട്ടുണ്ട് നമ്മൾ നീതി നടപ്പാക്കണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നീതിമാനായ ഒരാൾക്ക് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അർശിന്റെ തണല് പറഞ്ഞിട്ടുള്ളത് അല്ലെ. സുബ്ഹാനല്ലാഹ്. കാരണം അള്ളാഹ്ക്ക് നീതി ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ നീതി എന്ന് പറയുന്നത് പലർക്കും വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ് അല്ലെ. നീതി വാങ്ങിക്കൊടുക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ നീതിക്ക് വേണ്ടി നിൽക്കുക എന്നുള്ളത്, നീതിക്ക് വേണ്ടി സംസാരിക്കുക എന്നുള്ളത് ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ്.
കുതിബ അലൈക്കുമുൽ ഖിസാസു ഫിൽ ഖത്ല. എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഈക്വൽ ആയിട്ടുള്ള ശിക്ഷ വേണം എന്ന് പറയുന്നത്? ഒരാളെ കൊന്നു കഴിഞ്ഞാല് കൊന്ന ആള് അല്ലെ, കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ കൊന്ന ആളെ എന്താണ് ശിക്ഷിക്കണം, അല്ലെങ്കിൽ ഒരാളെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ആ ഉപദ്രവിച്ച ആളെ ശിക്ഷിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? കാരണം നമ്മുടെ ദീനില് മനുഷ്യന്റെ ജീവൻ ഭയങ്കര വാല്യൂ ഉള്ള സാധന, ഭയങ്കര വിലപ്പെട്ടതാ അല്ലെ. ഒരാള് കുറ്റവാളിയാണ് എന്ന് കണ്ടു കഴിഞ്ഞാല് അയാളുടെ കുറ്റത്തിന്റെ ശിക്ഷയുടെ ഭാഗമായിട്ട് അയാളെ കൊല ചെയ്യുന്നത് അത് വേറെ കാര്യം. പക്ഷെ ഒരു ഇന്നസെന്റ് ആയിട്ടുള്ള, ഒരു തെറ്റൊന്നും ചെയ്യാത്ത ഒരാളുടെ ജീവൻ എന്ന് പറയുന്നത് അതിനെ നമ്മൾ സംരക്ഷിക്കണം, അതിന് നമുക്ക് ബഹുമാനം കൊടുക്കണം. അതിനെ അന്യായമായിട്ട് കൊല ചെയ്യാൻ അനുവദിക്കുക എന്നുള്ളത് എന്താണ്? നീതിയല്ല അല്ലെ. സുബ്ഹാനല്ലാഹ്. നമ്മുടെ ജീവൻ എത്രത്തോളം വിലപ്പെട്ടതാണെന്ന് സുബ്ഹാനല്ലാഹ് സൂറത്ത് മായിദയില് 32-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്. അന്നഹു മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദ് ഫിൽ അർദി ഫകഅന്നമാ ഖതല അന്നാസ ജമീഅ. മറ്റൊരാളെ കൊന്നതിന് പകരമായോ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയതിന്റെ പേരിലോ അല്ലാതെ വല്ലവനും ഒരാളെ കൊലപ്പെടുത്തിയാൽ, ഓക്കെ, അതായത് റീസൺ ഇല്ലാതെ നിരപരാധി അല്ലാത്ത ഒരാളെ കൊലപ്പെടുത്തിയാൽ അത് മനുഷ്യരെ മുഴുവൻ കൊലപ്പെടുത്തിയതിന് തുല്യമാകുന്നു. സുബ്ഹാനല്ലാഹ്. മുഴുവൻ മനുഷ്യരാശിയെ മുഴുവൻ കൊലപ്പെടുത്തിയതിന് തുല്യമാകുന്നു. അതെങ്ങനെയാണ് മുഴുവൻ കൊലപ്പെടുത്തിയതിന് തുല്യമാകുന്നത്? കാരണം ഒരാള് വേറൊരാളെ കൊന്നു കഴിഞ്ഞാല് എന്താ സംഭവിക്കുക? അവന് അല്ലെ, ഒരാളെ കൊല്ലാമെങ്കിൽ അവന് പിന്നെ അടുത്ത ആളെയും ഈസി ആയിട്ട് കൊല്ലാം. അവനതൊരു വലിയ പ്രശ്നമല്ലാണ്ടായി മാറും അല്ലെ, അതൊരു വലിയ തെറ്റല്ലാണ്ടായി മാറും. അങ്ങനെ എന്താ മനുഷ്യന്റെ ജീവനോട് റെസ്പെക്ട് ഇല്ലാണ്ടായി മാറും. എന്താ ഇപ്പൊ സംഭവിക്കാം? ഒന്നും സംഭവിക്കാനില്ലല്ലോ അല്ലെ, ഇനിയും ചെയ്യാലോ എന്നുള്ള ഒരു രീതിയാവും. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, സുമ്മ ഖസത് ഖുലൂബുക്കും, അവന്റെ ഹൃദയം കടുത്തതായി പോയി. അതുകൊണ്ട് പിന്നെ അവനതൊരു വലിയ പ്രശ്നമായിട്ടേ തോന്നുന്നില്ല. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ദീനില് പല നിയമങ്ങളും മനുഷ്യന്റെ ജീവനെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ്. നമ്മൾ കഴിഞ്ഞതിന്റെ മുമ്പത്തെ ക്ലാസ്സിൽ മഖാസിദ് ശരിഅ കണ്ടിരുന്നു അല്ലെ. ശരീഅത്തിന്റെ നിയമങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു പോയിന്റിൽ നമ്മൾ കണ്ടിരുന്നു അല്ലെ, മനുഷ്യ ജീവനെ സംരക്ഷിക്കുക, മനുഷ്യന്റെ ജീവനെ സംരക്ഷിക്കുക അല്ലെ, പാരമ്പര്യം സംരക്ഷിക്കുക, സ്വത്ത് സംരക്ഷിക്കുക, ബുദ്ധി സംരക്ഷിക്കുക, ദീൻ സംരക്ഷിക്കുക. ഇങ്ങനെ 5 കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. അതിൽ മനുഷ്യന്റെ ജീവനെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. അപ്പം വേറൊരാളെ കൊല്ലാന്ന് അല്ലെ, യാതൊരു കാരണമില്ലാതെ കൊല്ലാന്ന് പറയുമ്പോൾ ഈ ജീവനെ സംരക്ഷിക്കുന്നതിന് എതിരാണത്. അപ്പൊ അതുകൊണ്ട് അത് നിർത്തുക തന്നെ വേണം. വളരെ കഠിനമായിട്ട് അവൻ ശിക്ഷ കൊടുക്കണം. അപ്പോഴേ അവൻ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളൂ. അതുമാത്രമല്ല മറ്റുള്ളവരും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുള്ളൂ. ഇത് ശരിയായ ഒരു കാര്യമല്ല, ഇങ്ങനെ ചെയ്യാൻ പറ്റൂല അല്ലെ. അപ്പം മനുഷ്യന്റെ ജീവൻ എന്ന് പറയുന്നത് സുബ്ഹാനല്ലാഹ് നമ്മുടെ ദീനിൽ ഭയങ്കര പ്രഷ്യസ്, ഭയങ്കര വിലപ്പെട്ട ഒരു സാധനമാണ്. അതുകൊണ്ടാണ് ഈ ഖിസാസ് അല്ലെ, ഖിസാസിന്റെ നിയമം സുബ്ഹാനല്ലാഹ് ദീനിൽ കൊണ്ടുവന്നത്, നമ്മുടെ ദീനിൽ അത് നിർബന്ധമാക്കിയത്. അത് ഒരു സിമ്പിൾ ആയിട്ടുള്ള സില്ലി ആയിട്ടുള്ള ഒരു കാര്യമേ അല്ല. കുതിബ അലൈക്കുമുൽ ഖിസാസു ഫിൽ ഖത്ല. ഇനി ഈ ഖിസാസ് എന്ന് പറയുന്നത് ശരിക്കും 3 കാര്യങ്ങളിലാണ് നിർബന്ധമാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഖിസാസിന്റെ റൂളിങ്സ് അങ്ങനെയാണ്. അതായത് ഒന്ന്, ജീവന്റെ പേരിൽ, അതായത് ഒരാള് വേറൊരാളെ കൊന്നു കഴിഞ്ഞാല് ഖിസാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ പകരം കൊല്ലലാണ്. 2, അവയവങ്ങളുടെ കാര്യത്തിൽ, ഒരാള് വേറൊരാളുടെ അവയവങ്ങൾക്ക് എന്തെങ്കിലും അല്ലെ, അതായത് ആ അവയവം പിന്നീട് ശരിയായ രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എന്തെങ്കിലും നഷ്ടം വരുത്തി കഴിഞ്ഞാൽ, ഒരാളെ കൈ ഒടിക്കുക, അല്ലെങ്കിൽ കൈക്ക് അത്രയും വലിയ രീതിയിൽ ഉപദ്രവിച്ചിട്ട് അതിനെ കൊണ്ട് പിന്നീട് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അതിനെ മുറിച്ച് കളയേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ തിരിച്ചു ചെയ്യേണ്ടത് അയാളുടെയും കൈ തന്നെ ഇല്ലാണ്ടാക്കാണ്. അതുപോലെ ഒരാളെ ഇടിച്ചിട്ട് അയാളുടെ കണ്ണിന് കാഴ്ചയില്ലാതായി പോവുകയാണെങ്കിൽ തിരിച്ചു ചെയ്യേണ്ടത് അയാളുടെ കണ്ണിനും അതേപോലെ തന്നെ കാഴ്ച ഇല്ലാണ്ടാക്കലാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം രണ്ടാമത്തത് അവയവങ്ങളുടെ കാര്യത്തിൽ. മൂന്നാമത്തത് ഏതെങ്കിലും രീതിയിലുള്ള മുറിവുകൾ, ഒരാൾക്ക് അല്ലെ, ഒരാളെ ഇടിച്ചിട്ട് ഏതെങ്കിലും ഒരു ഭാഗത്തിന് ഭയങ്കരമായിട്ടൊരു മുറിവോ ഒരു ക്ഷതമോ ഉണ്ടായി കഴിഞ്ഞാൽ, ഒരു കാലിനോ പുറത്തോ എവിടെയെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ, തലയിലോ ഏതെങ്കിലും സ്ഥലത്തൊരു മുറിവ് ഉണ്ടാക്കി കഴിഞ്ഞാൽ തിരിച്ചും അതേ മുറിവ് കൊടുക്കലാണ് ഖിസാസ്.
തിരിച്ചും ആ ചെയ്ത ആൾക്ക് അതേ മുറിവ് അതേ രീതിയിൽ കൊടുക്കലാണ് ഖിസാസ്. അപ്പൊ 3 കാര്യത്തിൽ: ഒന്ന് ജീവന്റെ കാര്യത്തിൽ കൊലപാതകം, 2 അവയവങ്ങൾ ഇല്ലാതാക്കുന്ന, അവയവങ്ങൾ ഉപയോഗശൂന്യമാക്കുന്ന രീതിയിലുള്ള ഒരു ഉപദ്രവത്തിന്റെ കാര്യത്തിൽ, 3 മുറിവുകളുടെ കാര്യത്തിൽ. അപ്പം ഇതെല്ലാം എന്താണ്? മനഃപൂർവ്വം ചെയ്യുന്ന കാര്യത്തിലാണ് കേട്ടോ. ഇതെല്ലാം മനഃപൂർവ്വം ചെയ്യുമ്പോഴാണ് ഈ ഖിസാസിന്റെ നിയമങ്ങൾ വരുന്നത്. അബദ്ധത്തിൽ വരുന്നതിന് വേറെ നിയമങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് വഴിയെ പഠിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ മനഃപൂർവ്വം ചെയ്യുന്ന ഉപദ്രവങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ആൻഡ് ഈ ഒരു ആയത്തില് എന്താണ്? മനഃപൂർവ്വം ജീവൻ എടുക്കുന്ന കാര്യത്തിൽ, മനഃപൂർവ്വം കൊലപാതകം ചെയ്യുന്ന കാര്യത്തിൽ. ഇനി അവയവങ്ങളുടെ കാര്യത്തിലേക്ക് ഒക്കെ വരുമ്പം സൂറത്ത് മാഇദയിൽ തന്നെ 45-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, വകതബ്നാ അലൈഹിം ഫീഹാ അന്നൻ നഫ്സ ബിന്നഫ്സി വൽഐന ബിൽഐനി വൽ അൻഫ ബിൽ അൻഫി വൽ ഉദ്ന ബിൽ ഉദ്നി വസ്സിന്ന ബിസ്സിന്നി വൽ ജുറൂഹ ഖിസാസുൻ. നാം അവർക്ക് ഇതിൽ ഇவ்விதം നിയമം നൽകിയിരിക്കുന്നു: ജീവന് ജീവൻ, കണ്ണിന് കണ്ണ്, മൂക്കിന് മൂക്ക്, ചെവിക്ക് ചെവി, പല്ലിന് പല്ല്, എല്ലാ പരിക്കുകൾക്കും തത്തുല്യമായ പ്രതിക്രിയ. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ ഒരു നിയമം കൂടെ സുബ്ഹാനല്ലാഹ് സൂറത്ത് മാഇദയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇപ്പൊ കാണുന്ന ആയത്തിൽ എന്താണ്? കൊലപാതകത്തെ കുറിച്ച് അല്ലെ, ജീവനെ കുറിച്ച്, കരുതിക്കൂട്ടിയുള്ള കൊലപാതകത്തിന്റെ ഖിസാസാണ് നമ്മൾ കാണുന്നത്. മനഃപൂർവ്വമുള്ള കൊലപാതകത്തിന് ഖത്ല അൽ അമദ് എന്ന് പറയും. ഓക്കെ, മനഃപൂർവ്വമുള്ള കൊലപാതകം. അപ്പം ഇനി ഒരാള് വേറൊരാളെ മനഃപൂർവ്വം കൊല ചെയ്യാന്ന് വെച്ചാൽ, ഒരു കൊലപാതകം ചെയ്യുകയാണെന്ന് വെച്ചാല് അതിനുള്ള പ്രതിക്രിയകൾ അല്ലെങ്കിൽ ഖിസാസുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ ആയത്തിൽ അത് പഠിക്കാൻ പോവാണ്. പക്ഷെ അതിനു മുമ്പ് അതിന്റെ ഒരു ബ്രീഫ് പറയാം. 3 കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുക. ഒന്ന്, അതായത് ഒരാള് വേറൊരാളെ കൊന്നെന്ന് വെക്കുക. അപ്പം പകരം കൊന്ന ആളെ കൊല്ലലാണ് ഒന്നാമത്തത്. ഒന്നാമത്തത് ആ കൊന്ന ആളെ കൊല്ലല്. രണ്ടാമത്തത് അതിന് പകരം ബ്ലഡ് മണി, അതായത് ദിയ എന്ന് പറയും, അത് എടുക്കൽ. അതായത് ഒരാൾ വേറൊരാളെ കൊന്നു കഴിഞ്ഞാല് ഈ കൊല്ലപ്പെട്ട ആളുടെ കുടുംബം അല്ലെ, അവര് ഇപ്പം കൊന്ന ആള് പറയണം, ഞാൻ ആ ഒരു സമയത്ത് എന്റെ ദേഷ്യം കൺട്രോൾ വിട്ടു പോയപ്പം അല്ലെങ്കിൽ എന്റെ വെറുപ്പ് കൺട്രോൾ വിട്ടു പോയപ്പം പറ്റിപ്പോയതാണ്, വലിയൊരു തെറ്റാണെന്ന് എനിക്ക് അറിയാം, സുബ്ഹാനല്ലാഹ്, ഞാൻ എന്റെ തെറ്റിൽ നിന്ന് പഠിച്ചു എന്നൊക്കെ പറഞ്ഞു, ഇനി ഞാൻ ഇത് ഒരിക്കലും റിപ്പീറ്റ് ചെയ്യൂല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് കൊല്ലപ്പെട്ട ആളുടെ കുടുംബത്തിന് വേണമെങ്കിൽ ഓക്കെ കുഴപ്പമില്ല, ഞങ്ങള് പുറത്തു തന്നിട്ടുണ്ട്, പക്ഷേ ഞങ്ങൾ ഒരുപാട് സഹിക്കേണ്ട അല്ലെ, സുബ്ഹാനല്ലാഹ്, അവരുടെ സഹോദരനോ പിതാവോ സഹോദരി ആരെങ്കിലും ആയിരിക്കും കൊല്ലപ്പെട്ടത്. അപ്പോൾ അതൊരു നീതിയുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ ഞങ്ങൾ ഓക്കെയാണ്, നിങ്ങൾക്ക് പുറത്തു തരാം, പകരം നിങ്ങൾ എന്ത് തരണം? ഒരു ദിയ അല്ലെങ്കിൽ ബ്ലഡ് മണി അല്ലെ, അതിന് പകരം ഞങ്ങൾക്ക് ഒരു എമൗണ്ട് പൈസ തരണം, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ഞങ്ങൾക്ക് അതിന് പകരം എന്തെങ്കിലും തരണം. അത് എന്താണ്, എന്തോ ആവാം അല്ലെ, അവർക്ക് ഏത് രീതിയിലും അത് ഡിമാൻഡ് ചെയ്യാം. സുബ്ഹാനല്ലാഹ്. പണ്ടത്തെ കാലത്താണെങ്കിൽ 5 ഒട്ടകം മുതൽ 100 ഒട്ടകങ്ങൾ വരെ എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. അപ്പം ഒട്ടകം എന്ന് പറയുമ്പോൾ നമുക്ക് പുച്ഛമൊക്കെ തോന്നും, പക്ഷെ ഒട്ടകം എന്ന് പറഞ്ഞാൽ ഭയങ്കര വില കൂടിയ ഒരു സാധനമാണ്. ചില സമയത്ത് ചില കണ്ടീഷനിൽ ആ തരുന്ന 100 എണ്ണത്തിൽ 60 എണ്ണം പ്രഗ്നന്റ് ആയിരിക്കണം എന്ന് പറയും. അതായത് പ്രഗ്നന്റ് ആയ ഷീ ക്യാമൽ പെണ്ണൊട്ടകങ്ങളായിരിക്കണം. അപ്പം അത് പ്രസവിച്ചിട്ട് അവർക്ക് വീണ്ടും കിട്ടും. അപ്പം വലിയ എമൗണ്ടുകൾ ആവാറുണ്ട് സാധാരണ. അത് ഇപ്പൊ ഇന്നത്തെ കാലത്ത് മില്യൺസ് ആൻഡ് മില്യൺസ് ഡോളേഴ്സിന്റെ എമൗണ്ടിലേക്ക് അത് വരാറുണ്ട്. അപ്പം രണ്ടാമത്തെ പോസിബിലിറ്റി എന്ന് പറയുന്നത്, ആദ്യത്തത് കൊന്ന ആളെ കൊല്ലുക, രണ്ടാമത്തത് കൊന്ന ആളിൽ നിന്ന് ബ്ലഡ് മണി, അതായത് അതിന് പകരം ഒരു എമൗണ്ട് കുടുംബക്കാർ വാങ്ങുന്നുള്ളത്. ഇനി മൂന്നാമത്തത് എന്താന്ന് വെച്ചാൽ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് പുറത്തു കൊടുക്കുക. സുബ്ഹാനല്ലാഹ്, നമുക്കറിയാം, ഓക്കെ നിങ്ങളൊരു തെറ്റൊക്കെ ചെയ്തു, അപ്പൊ മരിച്ച ആളേതായാലും മരിച്ചു, ഇപ്പം പൈസ കിട്ടിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാ അല്ലെ, ആ ഒരു ചിന്തയുള്ളവര് കുഴപ്പമില്ല, ഞങ്ങൾ പുറത്തു വന്നിരിക്കുന്നു, പക്ഷെ ഞങ്ങളെ കണ്ണിന്റെ മുമ്പിലൊന്നും വന്നേക്കല്ലേ, കാരണം അവർക്ക് അവിടെ എന്തെങ്കിലും ഒരു കണ്ടീഷൻ വെക്കാം, ഇനി ഞങ്ങൾ പുറത്തു വന്നു, പക്ഷെ ഞങ്ങളെ കൺവെട്ടത്തൊന്നും ഇനി വന്നു കളയരുത് അല്ലെ. സുബ്ഹാനല്ലാഹ്, കാരണം എന്തായാലും ആ വെറുപ്പും ആ വിഷമവും ഒക്കെ എന്തായാലും ഉണ്ടാവും. അപ്പൊ എവിടെയാന്ന് വെച്ചാൽ പോയിക്കോ, പക്ഷെ ഞങ്ങളെ മുമ്പിലേക്ക് വന്നേക്കരുത്. അബൂ ഷുറൈ അൽ ഹുസൈ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട്, ആരെങ്കിലും കൊല ചെയ്യപ്പെട്ടാൽ അല്ലെങ്കിൽ മുറിവേൽപ്പിക്കപ്പെട്ടാൽ അവന് 3 ചോയ്സ് ഉണ്ട്. നാലാമത്തത് അവന് തോന്നുകയാണെങ്കിൽ അവൻ സ്വയം നിയന്ത്രിക്കട്ടെ.
ഒന്ന് അവന് കൊല്ലാം പകരം കൊല്ലാം, 2 അവന് പുറത്തു കൊടുക്കാം, 3 അവന് ദിയ അല്ലെങ്കിൽ ബ്ലഡ് മണി അതിന് പകരം ഒരു എമൗണ്ട് അല്ലെ, അതിന് പകരം എന്താണ് ഒരു നഷ്ടപരിഹാരം വാങ്ങാം എന്നുള്ളത്. അങ്ങനെ ഈ 3 കാര്യങ്ങൾ ഇതിനകത്ത് ചില റിപ്പോർട്ടുകളിൽ 2 മാത്രമായിട്ട് പറയുന്നുണ്ട്. അതായത് ഈ പുറത്തു കൊടുക്കലും എന്താണ് ദിയ വാങ്ങലും കൂടെ ഒന്നാക്കിയിട്ട് പറയുന്നതുണ്ട്. സുബ്ഹാനല്ലാഹ്. മൻ ഖുതില ലഹു ഖതീലുൻ ഫലഹു അൻ യുഖ്തല ഔ യഅഫു ഔ യഖുദ ദിയ. ഓക്കേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തില് ഹംസ റളിയല്ലാഹു അൻഹുവിനെ അല്ലെ വഹ്ഷി കൊലപ്പെടുത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുറത്തു കൊടുത്തു. സുബ്ഹാനല്ലാഹ്. വഹ്ഷി ഇസ്ലാം സ്വീകരിച്ചപ്പോൾ പുറത്തു കൊടുത്തു. പക്ഷെ എന്റെ കൺമുമ്പിലൊന്നും വന്നേക്കരുതെന്ന് പറഞ്ഞതായിട്ട് റിപ്പോർട്ടുകളുണ്ട് അല്ലെ. സ്വന്തം പിതൃ സഹോദരനാണ് കൊല്ലപ്പെട്ടത്. സ്വാഭാവികമായിട്ടും കൊന്ന ആള് അല്ലെ സുബ്ഹാനല്ലാഹ് കാണുമ്പോൾ മനസ്സിൽ വിഷമവും വെറുപ്പും ഒക്കെ വരും. അതുകൊണ്ട് എന്റെ മുമ്പിൽ വരരുത് എന്നുള്ള ഒരു എഗ്രിമെന്റിൽ പുറത്തു കൊടുത്തു. അപ്പം 3 തരത്തിലുള്ള പോസിബിലിറ്റീസ് ആണ് ഖിസാസിനുള്ളത്. കൊലപാതകത്തിന്റെ കേസിലുള്ളത് 1 പകരം കൊല്ലുക, 2 ബ്ലഡ് മണി അതായത് അതിന് ഒരു നഷ്ടപരിഹാരമായിട്ടുള്ള ഒരു എമൗണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം എടുക്കുക, 3 മൊത്തമായിട്ട് പുറത്തു കൊടുക്കുക എന്നുള്ളത്. ശരിക്കും സുബ്ഹാനല്ലാഹ് നമ്മളുടെ ദീനിലെ നിയമം അല്ലെ, പലപ്പോഴും പലരും ഇസ്ലാമിനെ കുറിച്ച് ഒരു പ്രാകൃതമായ മതമാണ്, പ്രാകൃതമായ നിയമങ്ങളാണ്, ക്രൂരമായ നിയമങ്ങളാണെന്നൊക്കെ പറയാറുണ്ട് അല്ലെ. ഒരാളെ കൊന്ന അയാളെ പകരം കൊല്ലേ, മാപ്പില്ലേ, ഇതെന്തൊരു ദീന അല്ലെ. അങ്ങനെയൊക്കെ നമ്മളെ ഇസ്ലാമിനെ കുറിച്ച് പലപ്പോഴും സൗദിയിലെ നിയമങ്ങളൊക്കെ കുറിച്ചൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. സുബ്ഹാനല്ലാഹ്. ശരിക്കും ഈവൻ ആ ഒരു പകരം കൊലപാതകം കൊല്ലുക എന്നുള്ള കാര്യം എടുത്തു നോക്കുമ്പോൾ പോലും അയാളെ കൊല്ലാതെ വിടുകയാണെങ്കിൽ ശരിക്കും എന്താ ചെയ്യുന്നത്, അയാൾക്ക് ജീവപര്യന്തം അല്ലെ, ഓരോ നാട്ടില് ജീവപര്യന്തം വേറെ വേറെ ആണെങ്കിലും സുബ്ഹാനല്ലാഹ് 45 കൊല്ലം 60 കൊല്ലം ഒക്കെ അയാളെ ജയിലിലിടുക എന്ന് പറയുന്നത് അതിനേക്കാൾ നല്ലത് അയാളെ സംബന്ധിച്ചിടത്തോളം കൊല ചെയ്യുന്നതാ അല്ലെ. സുബ്ഹാനല്ലാഹ്. കാരണം ഇത്രയും പ്രായമായി കഴിഞ്ഞ് അയാൾ തിരിച്ച് നാട്ടിലേക്ക് വരുമ്പോൾ അയാൾക്ക് എങ്ങനെയാ ജീവിക്കേണ്ടതെന്ന് പോലും മനസ്സിലാവില്ല. പലരും അത് ആ ഒരു അവസ്ഥയിൽ ആത്മഹത്യ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാനസികമായ പരിഭ്രാന്തികളിൽ പെടാറുണ്ട് അല്ലെ. അപ്പോൾ അവർക്ക് പിന്നീട് തിരിച്ചു വന്നിട്ട് ഒരു നോർമൽ ജീവിതം ജീവിക്കാൻ പറ്റൂല. സൈക്കോളജിക്കലി അവർ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. ഇനി അതുമല്ല അയാൾ ജയിലിൽ തന്നെ ആക്കാന്ന് വെച്ചോ, ഈ ജയിലില് അയാളെ തീറ്റി പോറ്റേണ്ടത് ആരാണ്? ആ നാട്ടിലെ ആളുകൾ അല്ലെ, അവരുടെ ടാക്സ് സക്കാത്ത്, ടാക്സ് ഉള്ള കൺട്രി ആണെങ്കിൽ ടാക്സ്, അല്ലെങ്കിൽ സക്കാത്ത് ആണെങ്കിൽ അങ്ങനെ. അപ്പം നമ്മളെ ഉപദ്രവിച്ച ഒരാളെ ജയിലിൽ കൊണ്ടുപോയിട്ടിട്ട് അയാളെ പരിപാലിക്കുക എന്നുള്ളതിനേക്കാളും എന്തുകൊണ്ടും സുബ്ഹാനല്ലാഹ് അയാളെ കൊലപാതകം തന്നെയാണ്, അല്ലെങ്കിൽ അയാളെ കൊന്നുകളയുന്നത് തന്നെയാണ് ശരിയല്ലേ. കാരണം ഈ ഇന്നസെന്റ് ആയിട്ടുള്ള നിരപരാധിയായിട്ടുള്ള വ്യക്തിക്ക് നീതി വാങ്ങിക്കൊടുക്കുക എന്നുള്ള ഒരു ഡ്യൂട്ടി നമുക്കുണ്ട്. ഈ ക്രിമിനല് എന്താണ്, ക്രിമിനലിന് ശിക്ഷ വാങ്ങിക്കൊടുക്കുക എന്നുള്ളതും ഉണ്ട് അല്ലെ. ഇനി ഈ ക്രൈം നമ്മൾ ഇയാൾ ചെയ്ത ഈ തെറ്റ് നമ്മൾ നിർത്തിയിട്ടില്ലെങ്കിൽ അത് പിന്നെയും 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 റിപ്പീറ്റ് ചെയ്യും. പല നാടുകളിലും അല്ലെ ഇതുപോലെയുള്ള കൊലപാതകത്തിന്റെ ശിക്ഷയായിട്ട് കുറച്ച് വർഷങ്ങൾ, ഞാൻ പറഞ്ഞു ജീവപര്യന്തം പല നാടുകളിൽ പല രീതിയിലാണ്, കുറച്ച് വർഷങ്ങളുടെ ശിക്ഷ മാത്രം കൊടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് അയാൾ പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യം വരുമ്പം അങ്ങനെയുള്ള നാടുകളിൽ ഇതുപോലെയുള്ള കുറ്റങ്ങള് ഭയങ്കര അധിക കുറ്റകൃത്യങ്ങൾ അല്ലെ, ഭയങ്കര അധിക. എന്നാൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ഇതുപോലെ പണിഷ്മെന്റ് കൊടുക്കുന്ന, ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കുന്ന, അതായത് കൊലപാതകത്തിന് പകരം കൊലപാതകം ചെയ്യുന്ന നാടുകളിൽ എണ്ണം കുറവാണ്, വളരെ കുറവാണ്. സൗദിയുടെയും US-ന്റെയും ഈ ഒരു ക്രൈം സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, ഇപ്പൊ കഴിഞ്ഞ കൊല്ലം പറയുമ്പം സൗദിയിൽ ഏകദേശം 172 എക്സിക്യൂഷൻസ് ആണ് നടന്നതെന്നാണ് പറയപ്പെടുന്നത്. അമേരിക്കയിൽ വെറും 24. എന്നാൽ ഈ 2 നാട്ടിലെയും ക്രൈം റേറ്റ് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കൊലപാതകത്തിന്റെ റേറ്റ് എടുത്തു കഴിഞ്ഞാൽ എക്സ്ട്രീം എൻഡ്സ് രണ്ടും. സുബ്ഹാനല്ലാഹ്. അപ്പം ഇതുപോലെയുള്ള കഠിനമായ ശിക്ഷ നടപ്പാക്കുമ്പം മറ്റുള്ളവർക്കും ഇതൊരു വലിയ പാഠമാണ്, ഇത് കാണുന്നവർക്ക്, അറിയുന്നവർക്ക് അല്ലെ. അതും ഇങ്ങനെയുള്ള ശിക്ഷകൾ ഒരുപാട് വൈകിക്കാതെ നടപ്പാക്കുന്ന നാടുകളാണ്. ഇന്ന ഒരാള് തെറ്റുകാരനാണെന്ന് മനസ്സിലാക്കി അതിനു വേണ്ട തെളിവെടുപ്പുകളൊക്കെ നടന്ന് അതിന്റെ എന്താണ് വാദപ്രതിവാദങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ ഉടനടി എക്സിക്യൂഷൻ ആണ് അല്ലെ, ഉടനടി കൊലപാതകം, അയാളെ കൊല ചെയ്യലാണ്. അത് മറ്റുള്ളവർക്ക് വലിയൊരു ഇബ്രയാണ്, ലെസനാണ്. സുബ്ഹാനല്ലാഹ്. നല്ലപോലെ ശ്രദ്ധിക്കുക ആൾക്കാർ അല്ലെ. പിന്നെ അങ്ങനെ ഒരു തെറ്റ് ചെയ്യുന്നത് ആലോചിക്കുമ്പോൾ ബേജാറാവും. 2, 3, 4 പ്രാവശ്യം അതുപോലെയുള്ള തെറ്റുകൾ മറ്റുള്ളവർക്ക് ഉപദ്രവം വരുത്തുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കും. അപ്പം നമ്മളുടെ ദീനിലെ നിയമങ്ങൾ അല്ലെ പ്രാകൃതമാണെന്നൊക്കെ പറയുന്നവരുടെ അടുത്ത് സുബ്ഹാനല്ലാഹ്
വളരെ വൈസായിട്ടുള്ള നിയമങ്ങളാണ്. കുത്തിബ അലൈക്കുമുൽ ഖിസാസ്. അപ്പം ഖിസാസ് നിങ്ങളുടെ മേൽ നിർബന്ധമാക്കിയിരിക്കുന്നു ഫിൽ ഖത്ല, കൊല ചെയ്യപ്പെട്ടവരുടെ കാര്യത്തില്. കൊല ചെയ്യപ്പെട്ടവരുടെ കാര്യത്തില് നിങ്ങൾ നിഷ്കളങ്കരുടെ കൂടെയാണ് നിൽക്കേണ്ടത്. ഇനി എങ്ങനെയാണ് ഈ ഖിസാസ് നടപ്പാക്കേണ്ടത്? അൽ ഹുറു ബിൽ ഹുറി, സ്വതന്ത്രന് പകരം സ്വതന്ത്രൻ. ഹുരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്വാതന്ത്ര്യം. ഹുറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അടിമയല്ലാത്ത ഒരു വ്യക്തി, അതായത് സ്വതന്ത്രനായിട്ടുള്ള ഒരു വ്യക്തി. സ്വതന്ത്രന് പകരം സ്വതന്ത്രൻ, അതിന്റെ അർത്ഥം എന്താണ്? അതായത് സ്വതന്ത്രനായിട്ടുള്ള ഒരു വ്യക്തി കൊലപാതകം ചെയ്തു കഴിഞ്ഞാൽ അവൻ തന്നെ പണിഷ് ചെയ്യപ്പെടണം, അല്ലാതെ അവന്റെ അടിമയല്ല, അല്ലെങ്കിൽ അവന്റെ കുടുംബത്തിലെ ഒരു അംഗമല്ല, അവന്റെ ഭാര്യയല്ല, അവന്റെ മക്കളല്ല, അവൻ തന്നെയാണ് ശിക്ഷിക്കപ്പെടേണ്ടത്, അവൻ തന്നെയാണ് കുറ്റവാളി, അല്ലെ? ഇനി വൽ അബ്ദു ബിൽ അബ്ദി, എന്താണ്? ഒരു അടിമയ്ക്ക് പകരം അടിമയാണ്. ഒരു അടിമയാണ് ഒരു കുറ്റം ചെയ്തതെങ്കിൽ അടിമ തന്നെയാണ് ശിക്ഷിക്കപ്പെടേണ്ടത്. വൽ ഉൻസ ബിൽ ഉൻസ, ഒരു സ്ത്രീ ആണെങ്കിൽ സ്ത്രീ തന്നെയാണ് ശിക്ഷിക്കപ്പെടേണ്ടത്. ഉൻസ ഹംസ നൂൻ സ, അല്ലാതെ വേറെ ആരുമല്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണം? ഓൾറെഡി പറഞ്ഞല്ലോ അല്ലെ, ഒരാൾ ഖിസാസ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ശിക്ഷയാണ്. ഒരാളെ കൊന്നു കഴിഞ്ഞാൽ അയാളെ തന്നെ കൊല ചെയ്യണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ ഇത് ഇവിടെ എടുത്തു പറയാനുള്ള കാരണം എന്താണ്? ജാഹ്ലിയ കാലത്ത് അറബികളുടെ ഒരു പാരമ്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ ഇടയിൽ വലിയ വലിയ ഗോത്രങ്ങളുണ്ട് അല്ലെ, ഭയങ്കര ഹൈഫൈ ആയിട്ടുള്ള, ഭയങ്കര പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള, വലിയ നിലയിലുള്ള ആദരണീയമായിട്ടുള്ള ഗോത്രങ്ങളൊക്കെ ആണെങ്കിലും അവരിൽ ആരെയെങ്കിലും വേറെ ഗോത്രത്തിൽപ്പെട്ട വേറെ ആരെങ്കിലും കൊന്നു കഴിഞ്ഞാലും, ഓക്കെ, ഇപ്പം ഉദാഹരണത്തിന് വേറെ ഒരു ഗോത്രത്തിൽപ്പെട്ട ഒരു അടിമ ഇവരിൽ ആരെങ്കിലും കൊന്നു എന്ന് വെക്കാം, അല്ലെങ്കിൽ ഇവരിലെ തന്നെ ഒരു അടിമയെ കൊന്നു എന്ന് വെക്കാം. അപ്പം ഇവര് ഭയങ്കര ഹൈഫൈ ഗോത്രത്തിൽപ്പെട്ടതാണ്. അപ്പം അവര് പറയും, ഇല്ല ഇല്ല, പകരം ഞങ്ങൾക്ക് ഒരു അടിമയെ പോരാ, ഞങ്ങൾക്ക് ഒരു സ്വതന്ത്രനെ വേണം ഞങ്ങൾക്ക് കൊല്ലാൻ. ഞങ്ങളുടെ അടിമയാണ് നിങ്ങൾ കൊന്നത്, പക്ഷെ ഞങ്ങൾക്ക് ഒരു സ്വതന്ത്രനെ വേണം കൊല്ലാൻ, ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു മനുഷ്യനെ. ഇനി ഇവരിലുള്ള ഒരു ഫ്രീ ആയിട്ടുള്ള സ്വതന്ത്രനായിട്ടുള്ള ഒരു മനുഷ്യനെയാണ് കൊന്നതെങ്കിൽ അവര് പകരം അവിടുന്ന് 5 പേരെ കൊല്ലാൻ വേണ്ടിയിട്ട് ചോദിക്കും. ഇനി ഒരു സ്ത്രീയാണ് കൊല്ലപ്പെട്ടതെങ്കിൽ പകരം ഒരു പുരുഷനെ ചോദിക്കും. സുബ്ഹാനല്ലാഹ്. കാരണം ഇവരുടെ ഹൈഫൈ സ്റ്റേറ്റസ് കൊണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം അവര് ആ ഒരു നഷ്ടപ്പെട്ട ഒരു മനുഷ്യ ജീവനേക്കാളും വലിയ ഒരു പ്രൈസ്, ഓക്കെ, വലിയ ഒരു മനുഷ്യ വാല്യൂ ആണ് അവര് ചോദിക്കുക. ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ മനസ്സിൽ വെക്കണം, ജാഹ്ലിയ കാലത്തെ ഒരു നിയമങ്ങളും ഇസ്ലാമിക നിയമങ്ങളല്ല, അല്ലെ? ഇത് അതിനു മുമ്പുള്ള പല സമൂഹങ്ങളിൽ നിന്നും വന്ന് അത് മോശപ്പെട്ട ഒരു അവസ്ഥയിൽ എത്തിയിട്ട് മനുഷ്യന്മാരുടെ ഇടയിൽ അവർ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു നിയമമാണ്. എന്നാൽ ഇസ്ലാം എന്താക്കി? അതിനെ മെച്ചപ്പെടുത്തിയതാണ്. സുബ്ഹാനല്ലാഹ്, അല്ലെ? അവര് ഒരു അടിമയെ കൊന്നു കഴിഞ്ഞാൽ അതിന് പകരം 5 അല്ലെങ്കിൽ ഒരു അടിമയെ കൊന്നു കഴിഞ്ഞാൽ അതിന് പകരം സ്വതന്ത്രനെ ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു സ്വതന്ത്രനെ കൊന്നു കഴിഞ്ഞാൽ പകരം 5 പേരെ ചോദിക്കുമ്പോൾ, ഒരു സ്ത്രീയെ കൊന്നു കഴിഞ്ഞാൽ ഒരു പുരുഷനെ ചോദിക്കുമ്പോൾ ഇസ്ലാം എന്ത് പറയുന്നു? നടക്കൂല, ഇതൊന്നും നടക്കൂല. എന്താണ്? അബ്ദിന് പകരം അബ്ദ്, അല്ലെ? ഹുറിന് പകരം ഹുറ്, ഉൻസാക്ക് പകരം ഉൻസ. സുബ്ഹാനല്ലാഹ്. എന്തൊരു ഭംഗിയുള്ള നിയമങ്ങളാ കൊണ്ടുവന്നതെന്ന് ആലോചിക്കുക. അപ്പം ആരാണോ കൊന്നത് അവനാണ് കൊല്ലപ്പെടേണ്ടത്, അല്ലാതെ അവന്റെ കുടുംബമല്ല, അവന്റെ കുട്ടികളല്ല. പലപ്പോഴും കൊല്ലപ്പെട്ട ആളെ കിട്ടാണ്ടാവുമ്പോൾ, അല്ലെ, അവന്റെ കുടുംബത്തിൽ നിന്നുള്ള ആൾക്കാരുടെ അടുത്ത് പ്രതികാരം തീർക്കുന്ന ഒരു രീതികള് പല നാടുകളിലും ഉണ്ട്. സുബ്ഹാനല്ലാഹ്. അല്ലെങ്കിൽ വാപ്പ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാല് മോനെ കിഡ്നാപ്പ് ചെയ്തിട്ടാ വാപ്പനെ തന്നിട്ടില്ലെങ്കിൽ മോനെ ഞങ്ങൾ തട്ടും എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ നടക്കുന്നുണ്ട് നാട്ടില്. സുബ്ഹാനല്ലാഹ്. നമ്മുടെ കണ്ണിന് മുമ്പിലൊക്കെ നടക്കുന്നുണ്ട്. അപ്പം ക്രിമിനൽ, ഈ കുറ്റവാളി ഏതൊരവസ്ഥയിലുള്ളതാണെങ്കിലും അവൻ കൊല്ലപ്പെടണം. അവനല്ലാതെ അവന്റെ സൈഡിൽ വേറെ ആരും ഒന്നുമല്ല ആ ശിക്ഷ അനുഭവിക്കേണ്ടത്. അൽ ഹുറു ബിൽ ഹുറി വൽ അബ്ദു ബിൽ അബ്ദി വൽ ഉൻസ ബിൽ ഉൻസ. ഇതുകൊണ്ട് തന്നെ പണ്ഡിതന്മാര് ഇപ്പം ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഒരാളെ കൊല്ലുകയാണെങ്കിൽ, ഓക്കെ, ഒരു ഗ്രൂപ്പ് ആൾക്കാർ അവർ ഗൂഢാലോചന നടത്തി ഒരാളെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനു പകരം ശിക്ഷ എന്ന് പറയുന്നത് ഈ ഗ്രൂപ്പ് മൊത്തം കൊല ചെയ്യപ്പെടലാണ്. ആ ഒരാള്, അതായത് ഇപ്പം അതിനകത്തുനിന്ന് ഒരാൾ മാത്രമായിരിക്കും ചിലപ്പം ഒരു തോക്കെടുത്ത് വെടിവെച്ചത്, പക്ഷെ എല്ലാരെയും കൊല്ലണം. ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഒരു ആൺകുട്ടീനെ 7 പുരുഷന്മാർ ചേർന്നിട്ട് കൊല ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പം അദ്ദേഹം ആ ഒരു സാഹചര്യത്തിൽ പറയുന്നുണ്ട്, സൻആ എന്ന് പറയുന്ന ഒരു പട്ടണത്തില് ഇതിനകത്തുള്ള ഈ സൻആയിലെ എല്ലാ ആളുകളും കൂടി ഇവനെ കൊല്ലുന്ന കാര്യത്തില് ഒന്നിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ ആ പട്ടണം മുഴുവനും ഞാൻ അതിന് പകരമായിട്ട് പ്രതികാരമായിട്ട് കൊല്ലുമായിരുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പം ഖാത്തിൽ കൊല്ലപ്പെടണം, അല്ലെ? കൊന്നവൻ എന്തായാലും കൊല്ലപ്പെടണം.
അവനല്ലാതെ വേറെ ആരും അല്ല കൊല്ലപ്പെടേണ്ടത്. അപ്പം 3 രീതിയിലാണ് ഖിസാസ് നമ്മൾ പറഞ്ഞു. കൊന്നവനെ പകരം കൊല്ലുക, 2 ബ്ലഡ് മണി, 3 എന്താണ് അവന് മൊത്തമായിട്ട് പുറത്തു കൊടുക്കുക എന്നുള്ളത് അല്ലേ. ഇനി ഒരു ചോദ്യം, നമ്മൾ ഇത് മുസ്ലിങ്ങളുടെ മേല് അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞില്ലേ, വിശ്വാസികളുടെ മേലില് ഒരു ബാധ്യതയാണെന്നൊക്കെ നമ്മളിപ്പോ പഠിച്ചു. നമ്മൾ ജീവിക്കുന്ന നാട്ടില് ഇവിടുത്തെ ലീഗൽ സിസ്റ്റം എന്ന് പറയുന്നത്, ഇവിടുത്തെ നിയമവ്യവസ്ഥ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ് അല്ലേ. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യാ, നമ്മളെ മേലെ ബാധ്യതയാന്നൊക്കെ പറയുന്നുണ്ടല്ലോ. നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമ്മളെ നാടിന്റെ നിയമം ഫോളോ ചെയ്യലാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, നമുക്ക് ഇല്ല ഇങ്ങനെ ഇത് ശരിയാവില്ല, ഈ നാട്ടിൽ എന്താണ് ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ ആകെ കുറച്ച് കൊല്ലങ്ങളാണ്, ഇതൊന്നും നടക്കൂല, അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പം വെട്ടിക്കൊല്ലലാണ് എന്ന് പറയാൻ നമുക്ക് വകുപ്പില്ല. നമ്മൾ ഏത് നാടിന്റെ നിയമമാണോ അല്ലെങ്കിൽ ഏത് നാട്ടിലാണോ നമ്മൾ ജീവിക്കുന്നത് ആ നാടിന്റെ നിയമമാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. പക്ഷേ നമ്മൾ നമ്മുടെ ദീനിന്റെ നിയമങ്ങൾ അറിഞ്ഞിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള ഓരോ സാഹചര്യത്തിലും എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, കാരണം ഈ ഒരു ചോദ്യം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഇത് കേട്ട് തുടങ്ങിയപ്പോഴേ ഒരു പക്ഷെ വന്നിട്ടുണ്ടാവും. നമ്മളിപ്പോ എന്താ ചെയ്യല്ലേ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഏത് നാടാണോ അവിടുത്തെ നിയമം അനുസരിക്കുക. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു 5 പേര് പ്ലാൻ ചെയ്തു. ഓക്കെ ഇന്ന ഒരാളെ നമുക്ക് ഇങ്ങനെ കൊല്ലണം, എന്നിട്ട് അതിനകത്തുനിന്ന് ഒരാളാണ് കൊന്നതെന്ന് വെക്കാം, പക്ഷെ 5 പേരും ശിക്ഷിക്കപ്പെടണം അല്ലെ. അതേപോലെ 5 പേര് അതായത് നമ്മൾ പറയാറുണ്ട് അല്ലെ, അതായത് ഒരാള് ഒരു നന്മ ചെയ്യുന്ന കാര്യത്തിൽ നേതൃത്വം കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അയാൾ നന്മ ചെയ്തവനെ പോലെയാണെന്ന്. അതേപോലെയാണ് ഇവിടെ തിന്മ ചെയ്യുന്ന കാര്യത്തിലും ഒരു നേതൃത്വം കൊടുത്തു കഴിഞ്ഞാൽ അവൻ തിന്മ ചെയ്യുന്നവനെ പോലെയാണ്. അങ്ങനെ കണക്കാക്കിയിട്ടാണ് അവർക്ക് 5 പേർക്കും ശിക്ഷ വേണമെന്ന് പറയുന്നത്. ഇനി വേറൊരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഒരാള് ഈ കൊല ചെയ്യുന്നതോ അല്ലെങ്കിൽ കൊല പ്ലാൻ ചെയ്യുന്നതോ കാണുന്നുണ്ട്, കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ദൃക്സാക്ഷിയാണ്, പക്ഷെ അയാൾ ഒന്നും മിണ്ടിയിട്ടില്ല. അയാൾ അവരെ തടയുന്നുമില്ല. അവന്റെ കേസിൽ എങ്ങനെയാണ് നിയമം? അവന്റെ കേസിൽ ഡിഫറെന്റ് ആണ്. അവന്റെ കേസിൽ അവൻ എന്തുകൊണ്ട് അത് ചെയ്തില്ല എന്നുള്ളതും കൂടെ അന്വേഷിക്കണം. ഒരു പക്ഷെ മിണ്ടിയാൽ അവനും കൊല്ലപ്പെടും എന്നുള്ള റീസൺ ആണെങ്കിൽ അവൻ അവിടെ ഒരു എന്താണ് എക്സ്ക്യൂസ് ഉണ്ട്. അതൊക്കെ നിയമപരമായിട്ട് ഡീൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇനി ഇപ്പൊ നമ്മൾ പറഞ്ഞു ഖിസാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പകരം അല്ലെ, ഒരു അടിമയ്ക്ക് പകരം അടിമ, സ്വതന്ത്രന് പകരം സ്വതന്ത്രൻ, സ്ത്രീക്ക് പകരം സ്ത്രീ. ഇനി തുടർന്ന് എന്താ പറയുന്നത് വെച്ചാൽ ഫമൻ ഉഫിയ ലഹു മിൻ അഖീഹി ഷൈഉൻ, ഫമൻ ഉഫിയ ലഹു മിൻ അഖീഹി ഷൈഉൻ. ഉഫിയ ഐൻ ഫ വാവ് അഫു, അഫു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, പുറത്തു കൊടുക്കാം. അപ്പം ഏതൊരാള് പൊറുക്കപ്പെട്ടുവോ മിൻ അഹീഹി അവന്റെ സഹോദരനിൽ നിന്ന്, ഷെയ്ഉൻ ഏതെങ്കിലും വിധത്തിൽ, ഏതെങ്കിലും രീതിയിൽ പൊറുക്കപ്പെട്ടുവോ. ഇവിടെ മൻ എന്ന് പറയുന്നത്, ഫമനിലെ മൻ എന്ന് പറയുന്നത് കൊലപാതകിയാണ്. ഇവിടുത്തെ കുറ്റവാളിയാണ് മൻ. അപ്പം കുറ്റവാളി കുറ്റവാളിക്ക് ആര് പുറത്തു കൊടുത്തു എന്നാ പറയുന്നത്, അല്ലെങ്കിൽ അവൻ ആരാൽ പൊറുക്കപ്പെട്ടു എന്നാ പറയുന്നത്, അവന്റെ സഹോദരൻ അല്ലെ, മിൻ അഹീഹി. ഇവിടെ ആരാണ് സഹോദരൻ? ഇവിടുത്തെ സഹോദരൻ എന്ന് പറയുന്നത് ആരാണോ കൊല ചെയ്യപ്പെട്ടത് അവന്റെ കുടുംബത്തിലെ അംഗങ്ങളെയാണ് അല്ലെ, അവന്റെ അവകാശികളെയാണ് സഹോദരൻ എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പം അവര് തീരുമാനിക്കുകയാണ്, ഇല്ല കുഴപ്പമില്ല, ഞാൻ നിന്റെ ജീവൻ എടുക്കുന്നില്ല, അല്ലെങ്കിൽ നീ പകരം എന്താണ് കുറച്ച് ബ്ലഡ് മണി അല്ലെങ്കിൽ ഇത്ര എമൗണ്ട് ഞങ്ങൾക്ക് തന്നാൽ മതി. ഇനി അല്ല ഇത് വലിയൊരു എമൗണ്ട് ആണ്, നിനക്ക് ഇത്രയും പറ്റൂല, എന്താണ് നീ ഇതിന്റെ ഒരു 50% അല്ലെങ്കിൽ 25% അങ്ങനെ അവരൊരു എഗ്രിമെന്റിൽ എത്തുകയാണ്. ഫമൻ ഉഫിയ ലഹു മിൻ അഖീഹി ഷൈഉൻ. അപ്പം അഖീഹ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു അവന്റെ സഹോദരൻ അല്ലെ, അതായത് കൊല ചെയ്യപ്പെട്ടവന്റെ സഹോദരൻ. എന്നാൽ ഇവിടെ ഈ അഖീഹി എന്ന് പറയുന്നത് ഈ കൊലയാളിയുടെ സഹോദരൻ എന്നൊരു റെഫറൻസും കൂടെയുണ്ട്. അതായത് ആരാണോ കൊന്നത്, ആരാണോ കുറ്റം ചെയ്തത്, ആ കുറ്റവാളിയുടെ സഹോദരൻ എന്നോ ഒരു റെഫറൻസ് കൂടെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ ഇവന് പുറത്തു കൊടുക്കുന്ന അല്ലെങ്കിൽ കൊല്ല ചെയ്യപ്പെട്ടവന്റെ അവകാശികൾ ഇവന്റെ സഹോദരനാകുന്നത്? എങ്ങനെയാണ് എന്താണ് മിൻ അഖീഹി ഷൈഉൻ എന്ന് പറയുന്നത് ഇവന്റെ കൊല ചെയ്തവന്റെ സഹോദരൻ ആകുന്നത്?
നമുക്കറിയാം ഇസ്ലാമില് അല്ലെ വിശ്വാസികളുടെ ഇടയിൽ ഒരു സാഹോദര്യമുണ്ട്, ആ ഒരു ബന്ധമുണ്ട്. ദീനിന്റെ വിശ്വാസത്തിന്റെ പേര് ഉഹുവത്ത് ഉണ്ട് അല്ലെ, ഉഹുവ ഫിൽ ഇസ്ലാം, ഇസ്ലാമിക സാഹോദര്യം. അപ്പം അടിപിടി നടക്കാം, വലിയ വലിയ തെറ്റുകൾ നടക്കാം, കൊലപാതകം നടക്കാം, പക്ഷേ ഒരു മുസ്ലിം തന്നെയാണ്, മുസ്ലിമിന്റെ സഹോദരൻ തന്നെയാണ്. അത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റൂല. ഫമൻ ഉഫിയ ലഹു മിൻ അഖീഹി ഷൈഉൻ എന്ന് പറയുമ്പോൾ അല്ലേ, അത് കൊല ചെയ്യപ്പെട്ടവന്റെ സഹോദരൻ എന്നും അർത്ഥമുണ്ട്. കാരണം അവനും കൊല ചെയ്തു കഴിഞ്ഞാലും അവൻ അപ്പോഴും കൊല ചെയ്യപ്പെട്ടവന്റെ സഹോദരൻ തന്നെയാണ്. സുബ്ഹാനല്ലാഹ്. ഫത്തിബാഉം ബിൽ മഅറൂഫ്, ഫത്തിബാഉൻ ബിൽ മഅറൂഫ്, ഇത്തിബാ തബഅൻ, ഇത്തിബാ എന്ന് പറഞ്ഞാൽ പിന്തുടരുക, ബിൽ മഅറൂഫ്, മഅറൂഫ് ഐൻ റ ഫ, നമുക്കറിയാലേ അറഫ യഅരിഫു. സുബ്ഹാനല്ലാഹ്. മഅറൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? തിരിച്ചറിയപ്പെടുന്നത്, അറിയപ്പെടുന്നത്, ഒരു കോമൺ ആയിട്ടുള്ള ഒരു നാട്ടുനടപ്പുള്ള ഒരു നിയമപ്രകാരം അല്ലെങ്കിൽ നാട്ടുനടപ്പ് പ്രകാരം അറിയുന്ന ഒരു കാര്യം. മഅറൂഫ് എന്ന് പറയുന്ന വാക്ക് ഖുർആനിൽ പല സ്ഥലങ്ങളിൽ വരും. അതുകൊണ്ട് തന്നെ അതിന്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കി വെക്കാം. എന്തെങ്കിലും ഒരു കാര്യം അത് ശരിയാണ്, അത് കാണുമ്പോൾ തന്നെ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ ഇതെന്താ ഇങ്ങനെ എന്ന് തോന്നാതെ, അത് ശരിയാണ്, അത് നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലോ, അല്ലെങ്കിൽ അത് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യമാണല്ലോ അല്ലെ, ഒരു കോമൺ ആയിട്ടുള്ള, വളരെ കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന സ്വീകാര്യമായ, എല്ലാവർക്കും അറിയാവുന്ന തെറ്റല്ല, എല്ലാവർക്കും അറിയാവുന്ന സ്വീകാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കൾച്ചറലി അല്ലെ, സാംസ്കാരികമായിട്ട് അല്ലെങ്കിൽ സാമൂഹ്യമായിട്ട് ഷോക്കിംഗ് അല്ലാത്ത ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യത്തിനാണ് മഅറൂഫ് എന്ന് പറയുന്നത്. അത് കേട്ട് കഴിഞ്ഞാൽ ആളുകൾ അതിന് ഓക്കെയാണ്. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളെ നാട്ടുനടപ്പ് പ്രകാരം ഒരു സ്ത്രീ ഒരു കല്യാണം കഴിക്കുമ്പോൾ ഒരു പെണ്ണിന് സുബ്ഹാനല്ലാഹ് മഹറായിട്ട് ഒരു 10 പവൻ കൊടുക്കുന്നു നോക്കാം. അത് മഅറൂഫാണ് അല്ലെ, നാട്ടിൽ ഒരു പക്ഷെ നടക്കുന്നതാണ്, 10ഉം 15ഉം ഒക്കെ കൊടുക്കുന്നതാണ്, അത് മഅറൂഫാണ്. എന്നാൽ ഒരു പുരുഷൻ പറയണ ഞാൻ 500 രൂപയാണ് അവൾക്ക് മെഹർ കൊടുക്കുന്നത്, അത് മഅറൂഫ് അല്ല അല്ലെ. 500 രൂപ എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് അതിനൊരു മെഹറായിട്ട് കണക്കാക്കാൻ പോലും പറ്റൂല. അപ്പൊ അത് മഅറൂഫ് അല്ല. അതേപോലെ ഇപ്പോൾ ഒരു പെൺകുട്ടി പറയണേ എനിക്ക് കാത് കുത്തണം, ഓക്കെ, കുഴപ്പമില്ല അല്ലെ, അത് നമ്മളെ നാട്ടിൽ വലിയ പ്രശ്നമൊന്നും ഇല്ലാത്തൊരു കാര്യമാണ്, അത് മഅറൂഫാണ്, സ്വീകാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ ആ പെൺകുട്ടി പറയണേ എനിക്കിതാ നാവുമ്മല് തറച്ചിട്ട് എന്തെങ്കിലും ഇടണം, അല്ലെങ്കിൽ താടിയിൽ തറച്ചിട്ട് ഇടണം. സുബ്ഹാനല്ലാഹ്. അത് മഅറൂഫ് അല്ല. അത് അല്ലെ ആൾക്കാർക്ക് കേൾക്കുമ്പോ അതെന്താ അങ്ങനെ എന്ന് തോന്നുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും ആളുകൾ കൾച്ചർ, സംസ്കാരത്തിനൊന്നും നിങ്ങൾ നോക്കണ്ട, ഹറാമും ഹലാലും മാത്രം നോക്കിയാൽ മതി, അത് മാത്രം നോക്കിയാൽ മതി എന്ന് പറയാറുണ്ട് അല്ലെ. കൾച്ചർ ആണെങ്കിൽ നിങ്ങളത് മൈൻഡ് ചെയ്യേണ്ട, ഹറാമാണോ ഹലാലാണോ നോക്കിയാൽ മതി. പക്ഷേ സമൂഹത്തിലെ സ്വീകാര്യതയും കൂടെ നമ്മളുടെ സുബ്ഹാനല്ലാഹ് ഫിഖിന്റെ ഒരു ഭാഗമാണ്. സുബ്ഹാനല്ലാഹ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഫിഖ് നിയമങ്ങൾ ഡിറൈവ് ചെയ്യുന്നതിന്റെ 6 രീതികളിൽ പെട്ട ഒന്നാണ് ഉർഫ്, നാട്ടിലെ നടപ്പ്. സുബ്ഹാനല്ലാഹ്. പലപ്പോഴും പല കാര്യങ്ങളും ദീൻ നമുക്ക് ഓക്കെ ഇന്നതാ ചെയ്യണം ഇന്നത് ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ നമുക്ക് വിട്ടു തന്നിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. അത്തരം സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് ഉർഫ് നോക്കാം. പക്ഷേ എപ്പോ കൾച്ചർ അല്ലെങ്കിൽ സാംസ്കാരികത ഇസ്ലാമിന് എതിരെ പോകുന്നോ അപ്പൊ അത് സ്വീകാര്യമല്ല. അപ്പം നമ്മളെ വിവാഹങ്ങളിലെ മ്യൂസിക് ആകട്ടെ, ധാരാളിത്തമാവട്ടെ, അതൊന്നും ഇസ്ലാമികമല്ല. അത് കൾച്ചറാണല്ലോ, സ്വീകരിക്കാം എന്ന് പറയാൻ പറ്റില്ല. ഇനിയിപ്പോ നമ്മൾ ഒരാൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കുക, എന്തെങ്കിലും ഒരു ഒക്കേഷൻ, അവർക്ക് എന്തെങ്കിലും അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രത്യേക ഒരു ഒക്കേഷൻ നമ്മൾ ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണ്, അത് ഇസ്ലാമിൽ അങ്ങനെ ആ സമയത്ത് അങ്ങനെ കൊടുക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല, കൊടുത്തോ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ കൾച്ചറിൽ അങ്ങനെയാണ്, നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ്, കുഴപ്പമില്ല. പക്ഷേ ഇത് ഇന്ന ദിവസം നിർബന്ധമായിട്ടും ഇത്ര എമൗണ്ട് അല്ലെങ്കിൽ ഇന്ന കാര്യം കൊടുക്കണം എന്ന് നമ്മൾ ബാധ്യതയാക്കുമ്പോൾ അത് ഇസ്ലാമികമല്ല. അവിടെ നമ്മൾ കൾച്ചർ ഇസ്ലാമിനെതിരെ പോകുമ്പോൾ അത് എടുക്കാൻ പാടില്ല. ഇത് ഒരുപാട് കോംപ്ലിക്കേഷൻസിലേക്കൊന്നും പോകണ്ട, ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി. ഉർഫ് അല്ലെങ്കിൽ മഅറൂഫ് എന്ന് പറഞ്ഞത് കൾച്ചറലി ആക്സെപ്റ്റബിൾ ആയുള്ള, നാട്ടുനടപ്പ് അനുസരിച്ച് സ്വീകാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ പലതും നമ്മളുടെ കയ്യിലേക്ക് ഉള്ള അല്ലെങ്കിൽ നിയമപരമായിട്ട് ഇന്നതാണെന്ന് പറഞ്ഞിട്ടില്ലാത്ത, ഇത്ര എമൗണ്ട് ആണ് അല്ലെങ്കിൽ ഇന്ന രീതിയിലാണെന്ന് പറഞ്ഞിട്ടില്ലാത്ത പല കാര്യങ്ങളും മഅറൂഫ് അനുസരിച്ചാണ് നടത്തേണ്ടത്. അപ്പൊ ഫത്തിബാഉം ബിൽ മഅറൂഫ്, അതായത് നിങ്ങൾ എന്താ ഉചിതമായ മര്യാദാപൂർവമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിനെ പിന്തുടരുക. അതായത് കൊല ചെയ്യപ്പെട്ട വ്യക്തിയുടെ അവകാശികൾ വളരെ ഉചിതമായ രീതിയിൽ അതിനെ ഫോളോ അപ്പ് ചെയ്യണം അല്ലെ. അവർ പുറത്തു കൊടുക്കുന്നുണ്ടെങ്കിൽ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പൊ അവര് കുറ്റവാളിക്ക് പുറത്തു കൊടുത്തു, അവര് പറഞ്ഞു കുഴപ്പമില്ല, ഞങ്ങൾ നിന്നെ കൊല്ലുന്നൊന്നുമില്ല, നീ ഞങ്ങൾക്ക് ഇത്ര എമൗണ്ട് താ, ഓക്കെ. അപ്പം അവര് തമ്മിൽ ഒരു റീസണബിൾ ആയിട്ടുള്ള ഒരു എമൗണ്ട്
എഗ്രി ചെയ്യുക. അപ്പോൾ ഉദാഹരണത്തിന് അവരെ സഹോദരൻ കൊല്ലപ്പെട്ടു, എന്നിട്ട് അവർ പറയാണ് ഞങ്ങളുടെ സഹോദരൻ ഒരു വർഷത്തിൽ 2 കോടിയോളം സമ്പാദിക്കുമായിരുന്നു, അവൻ 35 വയസ്സിലാണ് മരിച്ചത്, അപ്പൊ അവന് ഇനി ഒരു 20 വർഷം കൂടെ ജീവിക്കായിരുന്നു, അപ്പം 20 × 2 കോടി, അപ്പൊ ഒരു 40 കോടി അത് ഞങ്ങൾക്ക് ഇങ്ങോട്ട് തന്നേക്ക്. അത് റീസണബിൾ അല്ല അല്ലെ? നമ്മുടെ നാട്ടിലെ നടപ്പനുസരിച്ച് അത് റീസണബിൾ അല്ല. അപ്പം റീസണബിൾ ആയിട്ടുള്ള, മഅറൂഫ് ആയിട്ടുള്ള, പൊതുവെ സ്വീകാര്യമായിട്ടുള്ള ഒരു എമൗണ്ട്, ആ രീതിയിലുള്ള ഒരു ആ രീതിയിലുള്ള ഒരു എന്താ പറയാ ബ്ലഡ് മണി ആയിരിക്കണം ചോദിക്കുന്നത്, നഷ്ടപരിഹാരം ആയിരിക്കണം ചോദിക്കുന്നത്. പിന്നെ അതായത് സ്വീകാര്യമായിട്ടുള്ള, പിന്നെ എന്താണ്, അതിനെ മാനമര്യാദയ്ക്കായിരിക്കണം അതിനെ ഫോളോ അപ്പ് ചെയ്യുന്നതും. ഓക്കെ, ആ ക്രിമിനലിനെ എപ്പോഴും വെറുപ്പിച്ചുകൊണ്ടിരിക്കരുത്. കണ്ടോ, ഞങ്ങൾ നിന്നെ വെറുതെ വിട്ടതാ, നിനക്ക് ശരിക്കും ഞങ്ങൾ തന്നിട്ടില്ലെങ്കിൽ ഒരു ജീവിതം ഉണ്ടാവില്ലായിരുന്നു അല്ലെ, അവൻ മരിക്കുന്നവരെ സുബ്ഹാനല്ലാഹ് ഞങ്ങൾ വിട്ടതുകൊണ്ടാണ് നീ ജീവിക്കുന്നതെന്ന് പറഞ്ഞ് അവനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കരുത്. ഞങ്ങളുടെ കാരുണ്യമാണ്, ഞങ്ങളുടെ ഔദാര്യമാണ്, അത് ഇതെന്ന് പറഞ്ഞിട്ട് അവനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കരുത്. അപ്പം അത് എന്താവണം, ഒരു ഗ്രേസ്ഫുൾ ആയിട്ടുള്ള, മര്യാദാപൂർവമായിട്ടുള്ള രീതിയിലായിരിക്കണം അതിനെ പിന്തുടരുന്നത്. അങ്ങനെ അല്ലെങ്കിൽ അത് സ്വീകാര്യമല്ല. പിന്നെ എന്താ പറയുന്നത്, അദാഉൻ ഇലൈഹി ബി ഇഹ്സാൻ. അദാ ഹംസ ദാലിയ, അദാ എന്ന് പറഞ്ഞാൽ കൊടുക്കുക, പേ ചെയ്യുക, എന്തെങ്കിലും ഒന്ന് ഒരാൾക്ക് ഡെലിവർ ചെയ്യുക, അവർക്ക് എത്തിച്ചു കൊടുക്കുക, അതിനാണ് അദാ എന്ന് പറയുന്നത്. ഒരാൾ വേറൊരാളിലേക്ക് കൊടുക്കുന്നതിന്. ഇലേഹി അവന്റെ സഹോദരന്, അതായത് ആരുടെ സഹോദരന്, കൊല ചെയ്യപ്പെട്ട ആളുടെ സഹോദരന്, വിക്ടിമിന്റെ സഹോദരന്. ബി ഇഹ്സാൻ, ഏറ്റവും നല്ല രീതിയിൽ. അപ്പം ക്രിമിനൽ ഡെത്ത്, കുറ്റവാളിയുടെ ഡ്യൂട്ടി എന്താണ്, അവന്റെ പേയ്മെന്റ് ഏറ്റവും നല്ല രീതിയിൽ കൊടുക്കുക എന്നുള്ളത്. അപ്പം 2 കൂട്ടരും ഒരു എമൗണ്ടിൽ എഗ്രിമെന്റ് എത്തിയിട്ടുണ്ട്, ഒക്കെ ഇത്ര കൊടുക്കും ഇത്ര വാങ്ങും എന്നൊക്കെയുള്ള ഒരു എഗ്രിമെന്റിൽ എത്തിയിട്ടുണ്ട്. ചോദിക്കുന്നവര് വളരെ റീസണബിൾ ആയിട്ടുള്ള രീതിയിൽ ഒരു നാട്ടുനടപ്പ് അനുസരിച്ച് സ്വീകാര്യമായ ഒരു എമൗണ്ട് ആയിരിക്കണം ചോദിക്കുന്നത്. മാത്രമല്ല, ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ വളരെ മാന്യമായിട്ട് വേണം ഫോളോ അപ്പ് ചെയ്യാൻ, അവരെ വെറുപ്പിച്ചുകൊണ്ടിരിക്കരുത്. എന്നാൽ കുറ്റവാളിയുടെ ഡ്യൂട്ടി എന്താണ്, അവൻ ആ ഒരു പേയ്മെന്റ് ഇഹ്സാനോട് കൂടി വേണം അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ 2 പേരുടെ ഭാഗത്തു നിന്നും എന്തുണ്ടാവണം, മര്യാദകൾ ഉണ്ടാവണം, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പന അനുസരിക്കാൻ വേണ്ടിയിട്ട് അല്ലെ. അപ്പം കൊല ചെയ്യപ്പെട്ട ആളുടെ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഫത്തിബാഉം ബിൽ മഅറൂഫ്, കൊല ചെയ്തവന്റെ, കുറ്റവാളിയുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അദാഉൻ ഇലൈഹി ബി ഇഹ്സാൻ. 2 കൂട്ടരുടെയും രീതി ചെയ്യണം. എങ്ങനെയാണ് ഈ ഒരു ക്രിമിനൽ ഇഹ്സാനോട് കൂടി ബ്ലഡ് മണി കൊടുക്കുന്നത്? അപ്പം അവൻ എത്രയും പെട്ടെന്ന് അല്ലെ, അല്ലെങ്കിൽ ഒരു സമയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്തിനുള്ളിൽ അവൻ കൊടുക്കുക. അല്ലെങ്കിൽ അല്ലാതെ ഒരു കൊല്ലത്തിനുള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൊല്ലാവുമ്പോഴേക്ക് അവൻ ഓടി രക്ഷപ്പെട്ട് അവനെ കുറിച്ച് യാതൊരു വിവരവും ഇല്ലാണ്ടാവും, വേറെ ഏതോ നാട്ടിലാവുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കരുത്. അദാഉൻ ഇലൈഹി ബി ഇഹ്സാൻ. അതുപോലെ കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഓരോ വെറുപ്പിച്ച് ഇടങ്ങേറാക്കി അത് നീട്ടി കൊണ്ടുപോകരുത്, അത് ഇഹ്സാൻ അല്ല. ഇനി അതല്ല, ഈ ഒരു ബ്ലഡ് മണി ആയിട്ട് പൈസക്ക് പകരം എന്തെങ്കിലും ഒരു വസ്തുവാണ്, അല്ലെങ്കിൽ ഒരു സ്ഥലമോ അല്ലെങ്കിൽ ഒരു വീടോ ആണ് ഉദ്ദേശിച്ചെന്നൊക്കെ, അപ്പൊ ആ വീട് ഞാൻ നശിപ്പിച്ചിട്ടേ കൊടുക്കുള്ളൂ, അങ്ങനെ കൊടുക്കാൻ പാടില്ല. ഇഹ്സാനോടുകൂടി നല്ല മാനമര്യാദയ്ക്ക് കൊടുക്കുക. ഇനി ഒട്ടകങ്ങളാണ് കൊടുക്കുന്നതെന്നൊക്കെ, അന്ന് ഞാൻ കുറച്ച് രോഗിയായ ഒട്ടകങ്ങളെ കൊടുക്കാന്ന് വിചാരിക്കുക, അത് പാടില്ല, അത് ഇഹ്സാൻ അല്ല. അദാഉൻ ഇലൈഹി ബി ഇഹ്സാൻ. 2 കൂട്ടർക്കും ബാധ്യതകളുണ്ട് അല്ലെ. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ആ ഒരു കൽപ്പന അനുസരിക്കണമെങ്കിൽ 2 കൂട്ടരും അവരുടേതായ നിയമങ്ങൾ, അവരുടേതായ മര്യാദകൾ പാലിക്കണം. അപ്പം ഈ കൊല ചെയ്തപ്പെട്ടവന്റെ കുടുംബക്കാർ ഓൾറെഡി ഇഹ്സാൻ കാണിക്കുന്നുണ്ട് അല്ലെ. അവന്റെ ജീവിതം വെറുതെ വിട്ടുകൊടുത്തിട്ട് അവനെ അത് പറഞ്ഞ് വെറുപ്പിക്കാതെ ഇഹ്സാൻ കാണിക്കുമ്പോൾ കൊല ചെയ്തവനും അവന്റെ ഇഹ്സാൻ തിരിച്ച് കാണിക്കണം. ശരിക്കും എന്തൊരു ഭംഗിയിലാണ് ഇതുപോലെ അല്ലെ, കൊലപാതകത്തിന്റെ ഒരു നിയമം പോലും നമ്മുടെ ദീനില് പറഞ്ഞിട്ടുള്ളതെന്ന് ആലോചിച്ചൊക്കെ. ذَلِكَ تَخْفِيفٌ مِنْ رَبِّكُمْ, അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ്. തഖ്ഫീഫ് എന്ന് പറഞ്ഞാൽ അതൊരു ലഘൂകരിക്കലാണ്, ഭാരം കുറയ്ക്കലാണ്. മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്ന്. ഖഫഫ യുഖഫിഫു തഖ്ഫീഫ്, ലഘൂകരിക്കുക, ലൈറ്റ് ആക്കുക, ഭാരം കുറയ്ക്കുക. അപ്പം ഈ ഒരു കൽപ്പന എന്താണ്, നിങ്ങളുടെ മേൽ ഞാൻ വളരെ ലൈറ്റ് ആക്കിയിട്ടാണ് തന്നിട്ടുള്ളത്. അതായത് കൊലപാതകിയെ കൊല ചെയ്യൽ മാത്രമല്ല, അവന് പകരം പുറത്തു കൊടുത്ത് അതിന് പകരം ഒരു ബ്ലഡ് മണി കൊടുക്കാനുള്ള ഒരു നിയമം കൂടെ ഞാൻ തന്നിട്ടുണ്ട് അല്ലെ. ഇത് എന്റെ അടുത്തു നിന്നുള്ള വലിയ ഒരു ഫേവർ തന്നെയാണ്, റഹ്മത്തും കൂടെയാണ്. റഹ്മത്തുൻ, കാരുണ്യമാണ്. കാരണം നിങ്ങളുടെ മുമ്പുള്ള ജനതയ്ക്ക്
ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല അല്ലേ? നിങ്ങളുടെ മുമ്പുള്ള ജനതയ്ക്ക്, ഇസ്ലാമിന് മുമ്പുള്ള ജനതയ്ക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് മുമ്പുള്ള ജനതയ്ക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. കാരണം ബനൂ ഇസ്രായേലിന്റെ കാര്യം, അതായത് ജൂതന്മാരുടെ കാര്യത്തില് അവർക്ക് ഈ ഒരു ദിയ അല്ലെങ്കിൽ നഷ്ടപരിഹാരം, ബ്ലഡ് മണി എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം കൊലയ്ക്ക് പകരം കൊല മാത്രമായിരുന്നു ഓപ്ഷൻ. ഇനി നസ്വാറാക്കളുടെ കാര്യം, ക്രിസ്ത്യാനികളുടെ കാര്യത്തിൽ അവർക്ക് രണ്ടും ഇല്ലായിരുന്നു. കൊല ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ടായിരുന്നില്ല, ബ്ലഡ് മണി എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. പകരം അവർക്ക് എന്താണ്, ഒരു കവിളത്തടിച്ച മറു കവിള് കാണിച്ചു കൊടുക്കാനുള്ള ഓപ്ഷനേ ഉണ്ടായിരുന്നുള്ളൂ. ശത്രുക്കളെ സ്നേഹിക്കാനുള്ള ഓപ്ഷനേ അവർക്ക് ഉണ്ടായിരുന്നുള്ളൂ. കാരണം ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അവർ പ്രതികാരം ചെയ്യാൻ പാടില്ല. കാരണം ദൈവം ആണ് മനുഷ്യരോട് പ്രതികാരം ചെയ്യാൻ ഉത്തമൻ. മനുഷ്യന്മാർ പ്രതികാരം ചെയ്തു കഴിഞ്ഞാൽ ദൈവത്തിന്റെ കഴിവില് പങ്കു ചേർക്കലാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ആ ഒരു കഴിവില് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കലാണ്. അതുകൊണ്ട് അവർക്ക് പുറത്തു കൊടുക്കാൻ മാത്രമേ പറ്റുണ്ടായിരുന്നുള്ളൂ. ഇത് രണ്ടും പ്രയാസമായിരുന്നു അല്ലേ? പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഞങ്ങൾക്ക് മുസ്ലിംസിന് അല്ലേ, നിങ്ങൾക്ക് എന്താണ് ദാലിക തഖ്ഫീഫും മിർ റബ്ബിക്കും വറഹ്മ, ഞാൻ എന്താണ് ലഘൂകരിച്ചും തന്നു, അതിന്റെ കാരുണ്യമാക്കിയിട്ടും തന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഫമൻ ഇഅ്തദ ബഅദ ദാലിക്, അതിനുശേഷം ഫമൻ ഇഅ്തദ, ആര് അതിര് കവിയുന്നുവോ, ഇഅ്തദ ഐൻദാൽ വാവ്, നമുക്കറിയാം അതു അതിര് കവിയുന്നവൻ, ബഅദ ദാലിക് അതിനുശേഷം. എന്തിനു ശേഷം? ഈ രണ്ടു കൂട്ടരും ഓക്കെ, ഇത് കൊടുക്കാനും ഇത്ര എമൗണ്ട് കൊടുക്കാനും ഇത്ര എമൗണ്ട് സ്വീകരിക്കാനും ഒക്കെ അവര് കരാറൊക്കെ ആക്കി. കൊല ചെയ്യപ്പെട്ടവന്റെ കുടുംബക്കാര് കൊല ചെയ്തവനെ കൊല്ലൂല എന്നൊക്കെ തീരുമാനിച്ച് ഈ അഗ്രിമെന്റ് ഉണ്ടാക്കിയതിന് ശേഷം എന്താണ്, അവര് എന്താണ് അതിര് കവിയാണെങ്കിൽ അവൻ എന്തുണ്ട്, ഫലഹു അദാബുൻ അലീം, എന്താണ് വേദനാജനകമായ ശിക്ഷയുണ്ട്. അപ്പൊ എങ്ങനെയായിരിക്കും ഈ അതിര് കവിയല്? രണ്ടു കൂട്ടരുടെ ഭാഗത്തു നിന്നും എങ്ങനെയായിരിക്കും അതിര് കവിയല് ഉണ്ടാവുന്നത്? അതായത് കൊല ചെയ്യപ്പെട്ടവന്റെ അവകാശികൾ, കുടുംബക്കാരുടെ സൈഡിൽ നിന്ന് അവര് ഓക്കെ ബ്ലഡ് മണിയൊക്കെ എടുത്ത് അവർക്ക് കിട്ടേണ്ട പൈസയൊക്കെ കിട്ടിയിട്ട് അവര് മെല്ലെ ആരും അറിയാതെ പോയി അയാളങ്ങ് കൊന്നു കളയാ. സുബ്ഹാനല്ലാഹ്, അത് അതിര് കവിയില്ല അല്ലെ? അവന്റെ അടുത്തുനിന്ന് കിട്ടാനുള്ള പൈസയും വാങ്ങിയിട്ട് അവനെ കൊന്നു കളയല് ഉദ്വാനാണ്. അതുപോലെ എന്തും ആ രീതിയിൽ എന്ത് ചെയ്തു കഴിഞ്ഞാലും അത് അതിര് കവിലാണ്. അതായത് ഇങ്ങനെ ഒരു എഗ്രിമെന്റ് ഒക്കെ ഉണ്ടാക്കി ഇതൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ നിങ്ങൾ അതിര് കവിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ശിക്ഷയാണ്. ഇനി ക്രിമിനലിന്റെ സൈഡിൽ നിന്ന്, കുറ്റവാളിയുടെ സൈഡിൽ നിന്ന് എങ്ങനെയായിരിക്കും അതിര് കവിയല്? അവൻ ഈ പറഞ്ഞ പോലെ അഗ്രിമെന്റ് ഒക്കെ ഉണ്ടാക്കിയതിന് ശേഷം നേരത്തെ പറഞ്ഞ പോലെ അവൻ പൈസ കൊടുക്കാതെ മുങ്ങിക്കളയുക, കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ കൊടുത്തിട്ടാണെങ്കിലും ചീറ്റ് ചെയ്യാം. അങ്ങനെയുള്ളവർക്ക് എന്താണ്, ഫലഹു അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷയുണ്ട്. നമ്മൾ തൊട്ട് മുമ്പുള്ള ആയത്തിൽ പറഞ്ഞല്ലേ, വൽമൂഫൂന ബിഅഹ്ദിഹിം ഇദാ ആഹദു, ഒരു കരാർ ഉണ്ടാക്കി കഴിഞ്ഞാല് അത് പാലിക്കുന്നവൻ. അപ്പൊ ഒരു ബ്ലഡ് മണി കൊടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് കൊടുക്കണം അല്ലെ? അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിര് ലംഘിക്കാൻ പാടില്ല. അതിര് ലംഘിച്ചു കഴിഞ്ഞാല് ഫലഹു അദാബുൻ അലീം. എന്താണ് ഇത് കാണിക്കുന്നത്? ഈ കൊല ചെയ്തവന്റെ കുടുംബം അല്ലെ, അവരെന്ന് പറഞ്ഞാൽ സത്യം പറയുകയാണെങ്കിൽ അവർ നിരപരാധികളായിരുന്നു മുന്നേ. അത് അവരുടെ സഹോദരനെ കൊല്ലുന്നത് വരെ അവർ സത്യം പറയുകയാണെങ്കിൽ നിരപരാധികളായിരുന്നു. പക്ഷെ അവർ ഈ എഗ്രിമെന്റ് ഒക്കെ ഉണ്ടാക്കിയതിന് ശേഷം അവരതിര് കവിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ടെന്ന്. എന്താ അപ്പൊ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കാരണം പലപ്പോഴും നമ്മളും അല്ലെ, നമ്മളടുത്ത ആളുകൾ അനീതി കാണിക്കുമ്പോൾ അവരോട് പകരം ചെയ്യുന്ന കാര്യത്തില്, അവരോട് ചോദിക്കുന്ന കാര്യത്തില്, അവരെ ഉപദ്രവിക്കുന്ന കാര്യത്തില്, എന്തെങ്കിലും രീതിയിൽ അവർക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യത്തില് അതിര് കവിയുന്നവരാണ് നമ്മള്. സുബ്ഹാനല്ലാഹ്, അങ്ങനെ സംഭവിക്കാറുണ്ട് അല്ലേ? നമ്മൾ ഒരു പ്രാവശ്യം അടിച്ചാൽ 3 പ്രാവശ്യം തിരിച്ചടിക്കും. അവര് നമ്മളെ ഒന്നൊന്ന് മാനസികമായി വിഷമിപ്പിച്ച് അവരെ ജീവിതകാലം മുഴുവനും മാനസികമായിട്ട് വിഷമിപ്പിക്കും. ഒന്ന് നുള്ളിയ 3 പ്രാവശ്യം നുള്ളുക എന്നുള്ള പ്രിൻസിപ്പിളാണ് നമുക്കൊക്കെ ഉള്ളത്. അപ്പം ഒരാൾ അതിര് കവിയുമ്പം, അതായത് അയാള് മുന്നേ നിരപരാധി ആയിരുന്നു, അയാളുടെ സഹോദരൻ കൊല ചെയ്യപ്പെടുന്നത് വരെ അവര് നിരപരാധികളായിരുന്നു. പക്ഷെ അവരുടെ സഹോദരൻ കൊല്ലപ്പെട്ടു, അപ്പോഴും അവര് വ്യക്തിമാണ്. ഓക്കെ, എന്നിട്ട് അവര് പുറത്തു കൊടുക്കാന്ന് വാക്കും കൊടുത്തു, പുറത്തു കൊടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. പക്ഷെ പിന്നെ അവര് ആ പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവര് മുമ്പേ പീഡിപ്പിക്കപ്പെട്ടവരാണെങ്കിലും നിരപരാധികളാണെങ്കിലും അവർക്കും എന്താണ്, ഫലഹു അദാബുൻ അലീം. സുബ്ഹാനല്ലാഹ്, നമ്മളൊക്കെ ഒരുപാട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അല്ലെ? അപ്പം അവനും കുറ്റവാളിയായിട്ട് മാറുകയാണ്, ഈ നിരപരാധിയും കുറ്റവാളിയായിട്ട് മാറുകയാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെയുള്ള നിയമങ്ങൾ നമുക്ക് ദുനിയാവിൽ തന്നത് ഇവിടെ നടക്കുന്ന അനീതികൾ ഇവിടെ തന്നെ സെറ്റിൽ ചെയ്തിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ പരലോകത്തേക്ക് ഇത്രയും വലിയ തിന്മകളും കൊണ്ട് ചെല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം അത് അവിടെ നമ്മളുടെ തുലാസിൽ കനം തൂങ്ങിക്കഴിഞ്ഞാൽ താങ്ങൂല അല്ലെ. അപ്പം ഒരു കൊലപാതകം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അവൻ ആ ശിക്ഷ ദുനിയാവിൽ നിന്ന് തന്നെ എടുത്തിട്ട് നിങ്ങൾ യൗമുൽ ഖിയാമയിലേക്ക് ക്ലീൻ ആയിട്ട് വാ. അതിനാണ് ഇവിടെ ഈ ശിക്ഷ കൊടുക്കുന്നത്. ആ ശിക്ഷ ഇവിടെ തന്നെ നടപ്പാക്കി, ഇവിടെ തന്നെ അവൻ അതിന്റെ ശിക്ഷ അനുഭവിച്ച് സുബ്ഹാനല്ലാഹ് അവൻ അവിടെ എത്തുമ്പോൾ ആ ഭാഗം ക്ലീൻ ആയി അല്ലേ. പക്ഷേ ഒരാള് കൊലപാതകം ചെയ്യുകയും ചെയ്ത് ശിക്ഷക്ക് വേണ്ടിയിട്ട് ശിക്ഷ നേടാതിരിക്കാൻ വേണ്ടി എല്ലാ വഴിയും നോക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ ഇതും കൊണ്ടാണ് അവൻ ചെല്ലുക അല്ലെ, ഈ കുറ്റം കൊണ്ടാണ് അവൻ ചെല്ലുക. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടാണ് ഫലഹോ അസാബുൻ അലീം എന്ന് പറയുന്നത്. മാന്യമായിട്ട് നിങ്ങൾ ഇവിടുന്ന് ശിക്ഷ അനുഭവിച്ചിട്ട് വന്നോ. ഭയങ്കര കടുപ്പമേറിയ ഹെവി ആയിട്ടുള്ള ഒരു കാര്യമാണത് അല്ലെ. സുബ്ഹാനല്ലാഹ്. ഇനി ശിക്ഷ അനുഭവിച്ചു എന്ന് തന്നെ വെക്കട്ടെ, ഒരാള് കൊല ചെയ്തു, ഗതികേട് കൊണ്ട് അയാൾ ശിക്ഷ അനുഭവിച്ചു, പക്ഷെ അയാളുടെ മനസ്സിൽ യാതൊരു കുറ്റബോധവും ഇല്ല. ഇതൊന്നും ഇപ്പൊ വലിയ കാര്യമൊന്നുമല്ല അല്ലെ, എനിക്ക് അങ്ങനത്തെ കുറ്റബോധമൊന്നും തോന്നുന്നില്ല. അങ്ങനെയാണ് അയാൾ അങ്ങോട്ട് ചെല്ലുന്നതെങ്കിൽ, കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൃദയങ്ങളിലേക്കാണ് നോക്കുന്നത് അല്ലെ. ഹൃദയത്തിന്റെ അവസ്ഥ എന്താണോ അതാണ് മെയിൻ. ശിക്ഷ അനുഭവിക്കുന്നതിന്റെ കൂടെ അയാൾക്ക് കുറ്റബോധം ഉണ്ടാവാന്നുള്ളതും തൗബ ചെയ്യാന്നുള്ളതുമാണ് മെയിൻ. അങ്ങനെയുള്ള ഒരാൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അയാളുടെ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ തീരുമാനിക്കും അല്ലെ. നമുക്ക് പറയാൻ പറ്റില്ല എന്താണ് അവരുടെ അവസ്ഥ എന്നുള്ളത്. അപ്പം വളരെ എന്താ പറയാ, നമ്മള് സുബ്ഹാനല്ലാഹ് കൊലപാതകം പോലെയുള്ള ഒരു കുറ്റത്തിന്റെ ശിക്ഷയെക്കുറിച്ച് പറയുമ്പം അവിടെ എത്ര മാന്യമായിട്ട് മര്യാദയോടുകൂടി ആ ശിക്ഷയെ നടപ്പാക്കണമെന്നും അവിടെ ഒരു നമ്മൾ പുറത്തു കൊടുക്കുമ്പോൾ പോലും അതിനെന്തൊരു മാന്യത ആവശ്യമുണ്ടെന്നും ആ മാന്യതയുടെ അതിര് കടന്നു കഴിഞ്ഞാൽ അതിനവിടെ ശിക്ഷയുണ്ടെന്നും പറയുന്ന ഇത്ര ഭംഗിയായിട്ട് നിയമങ്ങൾ പറയുന്ന സുബ്ഹാനല്ലാഹ് ഒരു മതമാണ് നമ്മുടേത് അല്ലെ. റദീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദൻ നബിയ്യിന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹ്. അടുത്ത ആയത്ത് 179. വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ യാ ഉലിൽ അൽബാബി ലഅല്ലക്കും തത്തഖൂൻ. ബുദ്ധിമാന്മാരെ അങ്ങനെ തുല്യ ശിക്ഷ നൽകുന്നതിലാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ നിലനിൽപ്പ്. നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നതിന് വേണ്ടി അത്രേ ഈ നിയമനിർദ്ദേശങ്ങൾ. വാക്കർത്ഥം വലക്കും നിങ്ങൾക്കുണ്ട്, ഫിൽ ഖിസാസി ഈ പ്രതിക്രിയയിൽ അതായത് തുല്യശിക്ഷ നടപ്പാക്കുന്നതിൽ, ഹയാത്തുൻ ജീവിതം, യാ ഉലിൽ അൽബാബ് ബുദ്ധിയുള്ളവരെ, അൽബാബ് ലാം ബ ലഅല്ലക്കും നിങ്ങളായേക്കാൻ, തത്തഖൂൻ സൂക്ഷ്മത പാലിക്കുന്നവർ. തഫ്സീർ നോക്കാം. വലക്കും നിങ്ങൾക്കുണ്ട് അല്ലെ. അപ്പം തൊട്ട് മുമ്പ് യാ അയ്യുഹല്ലദീന ആമനു എന്നാ പറഞ്ഞത്, ഓ സത്യവിശ്വാസികളെ വിശ്വസിച്ചവരെ, വലക്കും നിങ്ങൾക്കുണ്ട്, ഫിൽ ഖിസാസ് ഈ ഖിസാസ് നടപ്പാക്കുന്നതിൽ, ഓക്കെ, തുല്യശിക്ഷ നടപ്പാക്കുന്നതിൽ. അപ്പൊ നിങ്ങൾ ഈ ഖിസാസിന്റെ നിയമം നടപ്പാക്കുമ്പോൾ, അതായത് നിങ്ങൾ കുറ്റവാളിയെ കണ്ടുപിടിച്ച് അവനെ ശിക്ഷിച്ച് അതല്ലെങ്കിൽ അവനിൽ നിന്ന് ബ്ലഡ് മണി എത്രയാണോ എമൗണ്ട് അതെടുത്ത് നിരപരാധിയുടെ ഭാഗത്ത് നിൽക്കുമ്പം നിങ്ങൾക്കുണ്ട് എന്ത്, ഹയാത്ത് ജീവിതം ഉണ്ട് അതില്, യാ ഉലിൽ അൽബാബ് അല്ലയോ ബുദ്ധിയുള്ളവരെ ബുദ്ധിമാന്മാരെ. നമ്മൾ വിചാരിക്കും ഒരാളെ ഏതായാലും കൊന്ന് അല്ലെ, അയാളുടെ ജീവിതം പോയി, ഇനി അയാളെ പകരം കൊന്ന ആളെ കൊല്ലുമ്പോൾ വീണ്ടും ഒരു ജീവിതം പോവാണ് അല്ലെ. അപ്പൊ രണ്ടാൾക്കാർ ഇവിടെ മരിച്ചു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് നിങ്ങൾ ഈ ഖിസാസ് നടപ്പാക്കുമ്പോൾ ഹയാത്ത് ഉണ്ട് അതിനകത്ത് അല്ലെ, നിങ്ങൾക്ക് ജീവിതം ഉണ്ടെന്ന്, നിങ്ങൾ ജീവൻ രക്ഷിക്കുകയാണെന്ന്. അതെങ്ങനെയാ? ഇപ്പം ആക്ച്വലി നമ്മൾ വിചാരിക്കും ഇപ്പൊ ഒരു കുറ്റവാളിക്ക് ഇല്ലേ പുറത്തു കൊടുക്കുമ്പോൾ അവിടെ ഒരു ജീവനെ നമുക്ക് രക്ഷിച്ചൂടെ. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ എന്താ പറയുന്നത്, നിങ്ങൾ കൊന്നു കഴിഞ്ഞാൽ അത് അയാളെ കൊലപാതകയെയും കൊന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവൻ രക്ഷിക്കാൻ പറ്റുന്ന. എങ്ങനെയാണ് പറ്റുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ, കൊലപാതകയെ കൊല്ലാതെ വിടുമ്പം ആ ശിക്ഷ നടപ്പാക്കാതെ വിടുമ്പം അവൻ വീണ്ടും വീണ്ടും കൂടുതൽ ആളുകളെ കൊല്ലാനുള്ള സാധ്യതയുണ്ട്. അവൻ ഒരിക്കൽ ചെയ്ത തെറ്റെല്ലാം തോന്നുമ്പോൾ അവൻ അത് റിപ്പീറ്റ് ചെയ്യും. ചിലപ്പോൾ പലപ്പോഴും ആ ഒരു തിരിച്ചുള്ള അടി പ്രതീക്ഷിച്ചിട്ട് അവൻ ആ കുടുംബത്തിന്റെ പിന്നാലെ അല്ലെ കുടുംബത്തിലെ മറ്റുള്ളവരെയും കൊല ചെയ്യാൻ വേണ്ടി ശ്രമിച്ചേക്കാം, അല്ലെങ്കിൽ ഒരു കുടുംബത്തെ മൊത്തം നശിപ്പിച്ചേക്കാം. അവന് തിരിച്ച് അവരുടെ ഭാഗത്തു നിന്നും ഒരു ശിക്ഷ കിട്ടുമോ അല്ലെങ്കിൽ അവരെന്നോട് പ്രതികാരം ചെയ്യുമോ എന്ന് പേടിച്ചിട്ട്. അതേപോലെ അവൻ ചെയ്യുന്ന ആ ശിക്ഷ നിർത്തിയിട്ടില്ലെങ്കിൽ ഇതുപോലെ വേറെ പലരും
പലരും വിചാരിക്കും കുഴപ്പമില്ലല്ലോ, ഇതൊന്നും വലിയ പ്രശ്നമില്ലല്ലോ, നമുക്കും ചെയ്യാലോ അല്ലെ. അപ്പം ആ കൊലപാതകം അങ്ങനെ പെരുകി 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 പോവും. സുബ്ഹാനല്ലാഹ്. അപ്പം എന്താണ് നമുക്ക് ശരിക്കും കിട്ടുന്നത്? അങ്ങനെ ഒരു ഖിസാസ് നടപ്പാക്കുന്നു, ഹയാത്ത് ജീവിതം കിട്ടുകയാണ് അല്ലെ ശരിക്കും. കാരണം ഇന്ന് നമ്മൾ നമ്മുടെ ചുറ്റുപാടും നോക്കുമ്പോൾ സത്യം പറയുകയാണെങ്കിൽ ന്യൂസ് പേപ്പറൊക്കെ വായന പോലും നിർത്തിയത്, ഈവൻ ഒരു ആപ്പ് പോലും, ന്യൂസ് ആപ്പ് പോലും നോക്കാൻ ഇഷ്ടമില്ലാത്തത് ഇത് മാത്രമേ ഉള്ളൂ അല്ലെ ദുനിയാവില്. ടി വി തുറന്നു കഴിഞ്ഞാൽ, ന്യൂസ് പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ, ന്യൂസ് ആപ്പുകൾ നോക്കിക്കഴിഞ്ഞാൽ കൊലപാതകം മാത്രമേ ഉള്ളൂ. ഈവൻ നമ്മളെ കുട്ടികൾ കളിക്കുന്ന വീഡിയോ ഗെയിം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ഫുൾ ഷൂട്ടിങ്ങും കൊല്ലിങ്ങും ആണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. ഒരു ആപ്പിൾ ഓറഞ്ച് ഇട്ട് ഷൂട്ട് ചെയ്യുന്ന പോലെയാണ് മനുഷ്യന്മാരെ കൊല്ലുന്നത്. ജീവന് യാതൊരു വിലയും ഇല്ല, റെസ്പെക്റ്റും ഇല്ലാണ്ടായി, ജീവന് വാല്യൂ ഇല്ലാണ്ടായി. നിഷ്കളങ്കരായ മനുഷ്യരിങ്ങനെ കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ആർക്കും ആരോടും ആരുടെ ജീവനും ഒരു റെസ്പെക്റ്റ് ഇല്ലാണ്ടായി മാറി. നമ്മുടെ ദീനില് പല നിയമങ്ങളും സുബ്ഹാനല്ലാഹ് മനുഷ്യന്റെ ജീവനെ റെസ്പെക്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള നിയമങ്ങളാണ്. മനുഷ്യ ജീവന് വാല്യൂ കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയ നിയമത്തിന്റെ ഏറ്റവും ആദ്യത്തേതാണ് എന്ത്? ഗീബത്ത് അല്ലെ. ഗീബത്തിനെ സ്റ്റോപ്പ് ചെയ്യുന്നത്, ബാക്ക് ബൈറ്റിംഗ് പാടില്ല, പരദൂഷണം പറയല് പാടില്ല എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ വേറൊരാളെ കുറിച്ച് പരദൂഷണം പറയരുത് നമ്മളോട് പറയുന്നത്? നമുക്കൊരാളെ കുറിച്ച് അയാളുടെ നെഗറ്റീവ് അയാളുടെ പിന്നിൽ നിന്ന് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വളർന്ന് ഒരു പോയിന്റ് എത്തുമ്പം അയാളുടെ പിന്നിൽ നിന്ന് അയാളെ നമുക്ക് കുത്താനും പറ്റും, അതായത് അയാളെ കൊല ചെയ്യാനും പറ്റും. കാരണം നമുക്ക് ഓൾറെഡി അയാളെ കുറിച്ചൊരു നെഗറ്റീവ് ഫീലിംഗ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു അല്ലെ. അതിന് ഏത് ലെവലിൽ വേണമെങ്കിലും അതിനെ നമ്മൾ വളരാൻ വിട്ട് കഴിഞ്ഞാൽ അല്ലെ, ആ ഒരു ചീത്ത സ്വഭാവം, ആ ഒരു വെറുപ്പ് നമ്മൾ വളരാൻ വിട്ട് കഴിഞ്ഞാൽ അത് ഏത് ലെവലിൽ വേണമെങ്കിലും വളരാം. സുബ്ഹാനല്ലാഹ്. ഇന്നൊക്കെ കാണുന്ന പല കൊലപാതകങ്ങളുടെ പിന്നിൽ ഇതൊക്കെ തന്നെയാണ്. തുടക്കത്തിലെ മുളയിലേന്നില്ലാത്ത പല വെറുപ്പുകളും വിദ്വേഷങ്ങളുമാണ്. സുബ്ഹാനല്ലാഹ്. മക്കൾ മാതാപിതാക്കളെ കൊല്ലുന്നു, മാതാപിതാക്കൾ മക്കളെ കൊല്ലുന്നതും. സുബ്ഹാനല്ലാഹ്. അപ്പം എല്ലാ വഴികളും അടയ്ക്കുക. ഒരു ജീവനെ എടുക്കുന്ന രീതിയിൽ, ഒരു ജീവന് റെസ്പെക്ട് ഇല്ലാതാവുന്ന രീതിയിൽ, ഒരാളെ കൊല ചെയ്യുന്നതിന്റെ രീതിയിൽ ആ വഴിയിലേക്ക് പോകുന്ന എല്ലാ വാതായനങ്ങളും, എല്ലാ ഡോറുകളും അടയ്ക്കുക. തിന്മയുടെ അടുത്തേക്ക് പോലും പോകരുത്. കൊലപാതകം എന്ന് പറയുന്ന ഒരാളുടെ ജീവന് വാല്യൂ ഇല്ലാണ്ടാക്കുന്ന ഒരു തിന്മയുടെ അടുത്തേക്ക് പോലും പോകരുത് എന്ന ആ ഒരു ഇത് നടപ്പാക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ആദ്യപടി ആയിട്ടാണ് പരദൂഷണം അനുവദിക്കാതിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. നമ്മൾ വേറൊരാളെ ശാരീരികമായിട്ടോ വാക്കുകൾ കൊണ്ടോ ഒരു രീതിയിലും മറ്റൊരാളുടെ ജീവനോ സ്വത്തിനോ അഭിമാനത്തിനോ നമ്മൾ ക്ഷതമേൽപ്പിക്കാൻ പാടില്ല. നമ്മൾ പരസ്പരം ബഹുമാനിക്കണം, അവരുടെ അവകാശങ്ങളെ ബഹുമാനിക്കണം. നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് അല്ലെ, റെസ്പെക്ട് ചെയ്യാന്നുള്ളത്. അതേപോലെ ഒരാൾ കൊലപാതകം ചെയ്തു കഴിഞ്ഞാൽ അയാൾ വളരെ കഠിനമായിട്ട് ശിക്ഷിക്കപ്പെടുകയും വേണം. നമുക്കറിയാം ബനു ഇസ്രായേലിന്റെ ശബ്ബത്ത് നാളിൽ അല്ലെ അവര് ചെയ്ത ആ ഒരു അതിരുകവി, അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കൽപ്പനയ്ക്കെതിരെ അവർ ആ മീൻ പിടിക്കുന്ന കാര്യം നടത്തിയപ്പം അള്ളാഹു അവർക്ക് കൊടുത്ത ഒരു ശിക്ഷ അല്ലെ, അവരെ കുരങ്ങുകളാക്കി മാറ്റി. അത് കഠിനമായ ശിക്ഷ തന്നെയായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഫജഅൽനാഹാ നകാലൻ അല്ലെ, അത് വലിയൊരു ശിക്ഷയാക്കി, എന്ന ഏറ്റവും മാതൃകാപരമായ ശിക്ഷയാക്കി ആളുകൾക്ക്. എന്നിട്ട് അതിനെ തുടർന്ന് അള്ളാഹു പറയുന്നു ലിമാ ബൈന യദൈഹാ വമാ ഖൽഫഹാ, അതിനു മുമ്പും അതിന് ശേഷവുമുള്ള ആളുകൾക്ക് മാതൃകാപരമായ ഒരു ശിക്ഷയാക്കി. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയും കൊണ്ട് നിങ്ങൾ കളിക്കല്ലേ. അപ്പൊ മനുഷ്യന്റെ ജീവനം കൊണ്ട് കളിക്കരുത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലെസൺ ആണ് ഈ ശിക്ഷയിലുള്ളത് അല്ലെ. നമ്മൾ ചെറുതായിട്ട് സിമ്പിളായിട്ട് സില്ലി ആയിട്ട് കരുതുന്നുണ്ടാവും, പക്ഷെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. വലക്കും ഫീ ഖിസാസി ഹയാത്തുൻ. അപ്പം അപ്രകാരം നിങ്ങൾ ഈ ഖിസാസ് നടപ്പാക്കുമ്പം അതിൽ നിങ്ങൾക്ക് ജീവനെ രക്ഷിക്കാൻ പറ്റും അല്ലെ. ജീവൻ നിങ്ങൾ സേവ് ചെയ്യാണ് ആക്ച്വലി. അള്ളാഹു ദാരുടെ പറയുന്ന യാ ഉലിൽ അൽബാബ്, അല്ലയോ ബുദ്ധിമാന്മാരെ, ബുദ്ധിയുള്ളവരെ. കാരണം സാധാരണക്കാർക്ക് ഇതൊന്നും ആലോചിച്ച് മനസ്സിലാക്കാൻ പറ്റൂല. അവർക്ക് ഈ പ്രാകൃതമായ നിയമം ഇപ്പോഴും ഇസ്ലാമിൽ ഉണ്ടോ അല്ലെ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ ഇന്നത്തെ മോഡേൺ സൊസൈറ്റിയിലും ഇത്തരത്തിലുള്ള പ്രാകൃതമായ നിയമം, കൊല ചെയ്യുന്നവനെ അപ്പം തന്നെ കൊല ചെയ്യുക, അതും പരസ്യമായിട്ടല്ലേ. പക്ഷെ ബുദ്ധിയുള്ളവർക്കേ ഇതിന്റെ പ്രയോജനം, ഈ ഒരു ഖിസാസ് നടപ്പാക്കുന്നതിന്റെ പ്രയോജനം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അൽബാബ് എന്നുള്ള വാക്ക് പ്ലൂരലാണ് ലുബിന്റെ. ലാം ബ ലുബ്. ഓക്കെ, ലുബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ മിഡിൽ പാർട്ട്, അതിന്റെ ക്രക്സ്. ഇപ്പൊ ഒരു ഫ്രൂട്ട് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ കുരു അല്ലെ, അതിന്റെ സീഡ് അതിന്റെ ഏറ്റവും ഉള്ളിലുണ്ടാവും.
ഏറ്റവും ഉള്ളിൽ ഏറ്റവും നടുവിലായിട്ട്. അതാണ് ലുബ്, അതിന്റെ കോർ, അതിന്റെ എസെൻസ് അല്ലെ. ഒരു ഫ്രൂട്ടിന്റെ എസെൻസ് എന്ന് പറയുന്നത് അതിന്റെ വിത്താണ് അല്ലെ. കാരണം ആ വിത്തിൽ നിന്നാണ് അതുപോലെ വേറൊരു ഫ്രൂട്ട് ഉണ്ടാവുള്ളൂ. വിത്തില്ലെങ്കിൽ അത് പൊള്ളയാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. ശരിക്കും മനുഷ്യന്മാരെ മറ്റു ജീവികളിൽ നിന്ന് വേർതിരിക്കുന്നത് തന്നെ എന്താണ്? ഈ ഇന്റലക്ട്, ഈ ബുദ്ധി അല്ലെ. മറ്റു സൃഷ്ടികൾക്ക് ഇല്ലാത്തത് മനുഷ്യന്മാർക്കുള്ളത് ബുദ്ധിയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം ആളുകളിൽ തന്നെ ഈ ബുദ്ധി ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് അല്ലെ. അവരുടെ മനസ്സ്, അവരുടെ ബ്രെയിന് ഉപയോഗിച്ച് ചിന്തിക്കുന്ന, അതിനെക്കുറിച്ച് ഓരോ കാര്യങ്ങളെ കുറിച്ച് നല്ല ഡീപ്പായിട്ട് ആലോചിക്കുന്ന, അത് മനസ്സിലാക്കുന്ന, അതിന്റെ ശരികളും തെറ്റുകളും അതിന്റെ പ്രയോജനങ്ങളും ദോഷങ്ങളും മനസ്സിലാക്കുന്ന ആളുകൾക്ക്, അങ്ങനെയുള്ളവരാണ് ആര്? ഉലുൽ അൽബാബ്. അവരെന്ത് ചെയ്യും? ഈ ഖിസാസിന്റെ പ്രയോജനങ്ങൾ കാണും. വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ യാ ഉലുൽ അൽബാബ് അല്ലെ. അവര് അത് കാണും. സുബ്ഹാനല്ലാഹ്. നമ്മൾ പറഞ്ഞ ലുബ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒന്നിന്റെ മിഡിൽ ആണ് അല്ലെ. ഏറ്റവും നടുവിലുള്ള ആൾക്കാരാണ്. അപ്പം ഈ നടുവിലുള്ള ഭാഗമാണ്, ഏറ്റവും സെൻട്രലുള്ള ഒരു ഭാഗമാണ്. അപ്പം ഈ ബുദ്ധിയുള്ള ആളുകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബുദ്ധി ഉപയോഗിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത്, അവരുടെ ഭയങ്കര പെനിട്രേറ്റീവ് മൈൻഡ് ആയിരിക്കും. അതായത് നല്ല കൂർമ്മതയുള്ള അല്ലെ, തുളച്ച് അടിയിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ആൾക്കാരാണ് ബുദ്ധിയുള്ള ആളുകൾ എന്ന് പറയുന്നത് അല്ലെ. അവരെത്രത്തോളം ആഴത്തിലേക്ക് ഇറങ്ങുന്നോ അത്രത്തോളം അവർക്ക് ആ കാര്യത്തിന്റെ ഡെപ്ത് മനസ്സിലാകും. അതൊരു ഫ്രൂട്ടിൽ നമ്മൾ എത്രത്തോളം ആഴത്തിലേക്ക് പോകുന്നു അല്ലെ, ഫ്രൂട്ട് മുറിച്ച് ഉള്ളിലെത്തുമ്പോഴാണ് നമുക്ക് കുരു കിട്ടുന്നത്. അതേപോലെയാണ് അൽബാബ്, ലുബ്. ഓക്കെ, ബുദ്ധിയുള്ളവർ അവരതിന്റെ ഏറ്റവും ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിന്റെ ഗുണവും ദോഷവും പ്രയോജനങ്ങളും ഉപദ്രവങ്ങളും ഒക്കെ മനസ്സിലാക്കി അതിനെയൊക്കെ വെയ് ചെയ്ത്, ഓക്കെ ഇത് ഗുണമുള്ളതാണെന്ന്, ഖിസാസ് ഗുണമുള്ളതാണ്, അതുകൊണ്ട് ഹയാത്ത് ഉണ്ട് അല്ലെങ്കിൽ ജീവൻ രക്ഷിക്കാൻ പറ്റും എന്ന് മനസ്സിലാക്കുന്ന ആളുകളാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് ലഅല്ലക്കും തത്തഖൂൻ, എന്താണ്? നിങ്ങൾ തഖ്വയുള്ളവരായേക്കാം. അതായത് നിങ്ങളുടെ മേലെ ഖിസാസ് അല്ലെ, തുല്യശിക്ഷ നടപ്പാക്കല് നിങ്ങളുടെ മേലെ ബാധ്യതയായിട്ടുണ്ട്. അതുവഴി നമുക്ക് ജീവൻ രക്ഷിക്കാം അല്ലെ. ഇത് എന്താണ്? നിങ്ങൾക്ക് ഇത് കാരണം നിങ്ങൾക്ക് തഖ്വയുള്ളവരാവാം. എങ്ങനെയാണ് ഇത് കാരണം, അല്ലെ ഖിസാസ് നടപ്പാക്കുന്നത് വഴി തഖ്വയുള്ളവര് ആവുന്നത്? 3 രീതിയിൽ ഇതിനെ മനസ്സിലാക്കാം. ഒന്ന്, തഖ്വ എന്ന് പറയുന്നത് ഒരു അക്ഷരാർത്ഥത്തിലെ തഖ്വ അല്ലെ. തഖ്വ എന്താ നമ്മൾക്കറിയാം, നമ്മൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലയമാണ്, കവചമാണ് അല്ലെ. വിഖായ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ ചുറ്റും ഒരു പടച്ചട്ട അണിയുന്നത് പോലെയാണ്. അപ്പം ശരിക്കും അക്ഷരാർത്ഥത്തിലുള്ള തഖ്വ, അതായത് നമ്മളൊരു നിരപരാധിയായ ഒരു മനുഷ്യന്റെ സൈഡ് പിടിച്ചിട്ട് കുറ്റവാളിക്ക് ശിക്ഷ കൊടുക്കുമ്പം ആക്ച്വലി നമ്മളെ തന്നെയാണ് രക്ഷിക്കുന്നത് അല്ലെ. കാരണം നിരപരാധികളുണ്ട് നമ്മളുടെ ചുറ്റുപാടും, പലരും തെറ്റ് ചെയ്യാത്തവരുണ്ട്. അവർക്ക് വേണ്ടി നമ്മൾ നിന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, അവർക്ക് വേണ്ടി നമ്മൾ വാദിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, നാളെ എന്താ സംഭവിക്കുക? നാളെ ഇതേ ഉപദ്രവം അല്ലെ, ആ കുറ്റവാളിയെ നമ്മൾ തുറന്നു വിടുമ്പോൾ ആ കുറ്റവാളിക്ക് നാളെ നമ്മളെയും ഉപദ്രവിക്കാം. അതുപോലെ ഒരു നിരപരാധിയുടെ നീതിക്ക് വേണ്ടി നമ്മൾ നിന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നാളെ അതേ അനീതി നമുക്കും സംഭവിക്കാം അല്ലെ. അവര് ഏതെങ്കിലും രീതിയിൽ, അല്ലെങ്കിൽ അതേ അനീതി വേറെ ആരെങ്കിലും നമ്മളോട് ചെയ്യാം. നമ്മൾ ഇന്ന് ഒരു നിരപരാധിയുടെ നീതിക്ക് വേണ്ടി നിന്നിട്ടില്ലെങ്കിൽ, നീതിക്ക് വേണ്ടി നമ്മൾ സംസാരിച്ചിട്ടില്ലെങ്കിൽ, അതിനു വേണ്ടി നമ്മൾ എഫേർട്ട് എടുത്തിട്ടില്ലെങ്കിൽ നാളെ നമ്മളും സഫർ ചെയ്തേക്കാം. അപ്പം ലഅല്ലക്കും തത്തഖൂൻ എന്നുള്ളത് ഒന്നാമത്തത് അക്ഷരാർത്ഥത്തിൽ നമ്മൾ സ്വയം പ്രൊട്ടക്ട് ചെയ്യാം അല്ലെ. നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യാ, നമ്മൾ ആ നിരപരാധിയെ പ്രൊട്ടക്ട് ചെയ്യണം. അപ്പം അതുവഴി നമ്മളും നമ്മളെ കുടുംബങ്ങളും നമ്മുടെ സമൂഹവും നമുക്ക് വേണ്ടപ്പെട്ടവരും ഒക്കെ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. ഇനി രണ്ടാമത്തെ അർത്ഥം എന്ന് പറയുന്നത് തഖ്വ ഉണ്ടാക്കുക, അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഭയം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. അതായത് ഒരാള് ഒരു കൊലപാതകം ചെയ്തു കഴിഞ്ഞാൽ അയാൾ കഠിനമായിട്ട് ശിക്ഷിക്കപ്പെടും എന്നുള്ള ആ ഒരു ശിക്ഷാരീതി, അതുകൊണ്ട് അവൻ രക്ഷപ്പെടൂല എന്ന് എന്നുള്ള കാര്യം മനസ്സിലാക്കുമ്പം, അല്ലെങ്കിൽ ഖിസാസിന്റെ നിയമം ശരിക്കും എന്താണെന്ന് മനസ്സിലാക്കുമ്പം അള്ളാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഭയം നമ്മുടെ ഉള്ളിൽ ജനിക്കും അല്ലെ. കൊലപാതകമാകുന്ന തെറ്റ് ചെയ്യുന്നതിനെതിരെയുള്ള ഒരു ഭയം, ആ ഒരു സംഭവം നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവും. അങ്ങനെ ഒരു ശിക്ഷ നടപ്പാക്കുമ്പം ആ തെറ്റ് ചെയ്യുന്നതിനെതിരെയുള്ള ഒരു ഭയം നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവും. അതായത് നമുക്കറിയാലേ, നോമ്പെടുത്താൽ നിങ്ങൾക്ക് തഖ്വയുള്ളവരാവാം അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നോമ്പെടുക്കുമ്പോൾ നമുക്ക് നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾ ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും. അതേപോലെ ഈ ശിക്ഷ നടപ്പാക്കുമ്പം, അല്ലെങ്കിൽ ഖിസാസ് എന്നുള്ളത് യഥാർത്ഥ രീതിയിൽ നടപ്പാക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന പല തെറ്റുകളും നമ്മൾ ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കും. അങ്ങനെ എന്താണ്, ആ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഭയം നമ്മളിൽ ഉണ്ടാവും. അങ്ങനെ തഖ്വ ഉണ്ടാവാം. സുബ്ഹാനല്ലാഹ്. ഇനി
മൂന്നാമത്തെ അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ എന്താണ് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പനകൾ അനുസരിക്കുക വഴി തഖ്വയുള്ളവരാവും അല്ലെ. നമുക്കറിയാം തഖ്വ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞത് എല്ലാം, അള്ളാഹു സുബ്ഹാനഹു തആല കൽപ്പിച്ചതെല്ലാം അനുസരിക്കുക, അള്ളാഹു സുബ്ഹാനഹു തആല വിരോധിച്ചതിൽ നിന്നെല്ലാം മാറി നിൽക്കലാണ് തഖ്വ. അപ്പം മൂന്നാമത്തെ അർത്ഥം എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പന അനുസരിക്കൽ വഴി തഖ്വയുള്ളവർ. അപ്പൊ 3 രീതിയിലാണ് ഈ തഖ്വയെ നമ്മൾ മനസ്സിലാക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പം അതാണ് ഈ ആയത്തിന്റെ വിശദീകരണം. ഇനി ഒരൊറ്റ പോയിന്റ് നമുക്ക് മുമ്പ് പറഞ്ഞ ഫമൻ ഉഫിയ ലഹു മിൻ അഖീഹി ഷൈ അല്ലെ, ആ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ പ്രത്യേകം ഒന്നും കൂടെ ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു ലെസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒരാള് ഒരു കൊലപാതകം ചെയ്തു, അയാള് കുറ്റവാളിയാണ് അല്ലെ, എന്നിട്ടും അല്ലാഹു സുബ്ഹാനഹു തആല അയാളെ അതായത് ഈ കൊല ചെയ്യപ്പെട്ട നിരപരാധിയുടെ സഹോദരങ്ങളെ അല്ലെങ്കിൽ അവകാശികളെ എന്താണ് ഈ കൊല ചെയ്തവന്റെ സഹോദരൻ എന്ന് വിളിക്കുന്ന ആ ഒരു കാര്യം അല്ലെ, ഇസ്ലാമിലെ ഉഖുവത്ത്, അത് ഒരിക്കലും എന്താണ് അവസാനിക്കുന്നില്ല. എന്റെ സ്വന്തം സഹോദരനെ കൊല ചെയ്തവനെ പോലും സഹോദരനായിട്ട്, ഇസ്ലാമിലെ സഹോദരനായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറയാണ്. അവൻ നോൺ മുസ്ലിം ആവുന്നില്ല, കാഫിർ ആവുന്നില്ല അല്ലെ, ഒരു കൊലപാതകം ചെയ്തത് കൊണ്ട്. സുബ്ഹാനല്ലാഹ്. അവനും നന്മ വേണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ശിക്ഷ നടപ്പാക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത്. അവന് നന്മ വരണം, വെൽവിഷിംഗ് വേണം. സുബ്ഹാനല്ലാഹ്. കൊലപാതകം പോലെയുള്ള ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു മാറ്ററിൽ അല്ലാഹു സുബ്ഹാനഹു തആല അവിടെ സാഹോദര്യത്തിന്റെ കാര്യം പറയുന്നുണ്ടെങ്കിൽ, നമ്മളൊക്കെ ദൈനംദിന ജീവിതത്തിൽ ഫേസ് ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അല്ലെ, നമുക്ക് ആരോടെങ്കിലും ഒത്തുപോകാൻ പറ്റാണ്ടാവുമ്പോൾ, നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ആരെങ്കിലും നമ്മളോട് ചെയ്യുമ്പോൾ, എനിക്ക് കാണണ്ട, അവരോട് എനിക്ക് മിണ്ടണ്ട അല്ലെ, ഞാനും അവനായിട്ട് ഒരു ബന്ധവും ഇല്ല. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു തആലയാണ് നമ്മളുടെ ഇടയിൽ ഈ ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ആ ബന്ധങ്ങളെ നമ്മൾ സ്നേഹിക്കണം, ബഹുമാനിക്കണം അല്ലെ. നമ്മളെ കുടുംബത്തിൽ തന്നെ പലരും നമുക്ക് അവരുമായിട്ട് ഒത്തുപോകാണ്ടാവുമ്പം, അവരുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ, ഇനി മേലാ ഞാൻ അവന്റെ വീട്ടിലേക്ക് പോകില്ല, ഓനെ ഞാൻ എന്റെ കുടുംബത്തിൽ ഒരു കാര്യത്തിനും വിളിക്കൂല, മിണ്ടൂല. സുബ്ഹാനല്ലാഹ്. അർഹാം അല്ലാഹു സുബ്ഹാനഹു തആല ഉണ്ടാക്കിയിട്ടുള്ളതാണ്, സിലത്തുൽ അർഹാം അല്ലെ. അത് നമ്മൾ സ്വീകരിക്കണം, അതിനെ നമ്മൾ ബഹുമാനിക്കണം. അത് കട്ട് ഓഫ് ചെയ്ത് കളയാൻ യാതൊരു മാർഗവും ഇല്ല. അത് കുടുംബത്തിലെന്നല്ല, ഇസ്ലാമിക സാഹോദര്യത്തിന്റെ കാര്യം അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത്, അതും അത്രയും വലിയൊരു ശിക്ഷയുടെ കാര്യത്തിൽ, ഇത്രയും വലിയ ഒരു തെറ്റിന്റെ കാര്യത്തിൽ, കൊലപാതകത്തിന്റെ കാര്യത്തിൽ. അപ്പൊ നമ്മളെ പോലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് പിടങ്ങി നടക്കുന്ന, തിരിഞ്ഞു നടക്കുന്ന ആളുകൾ എന്തുമാത്രം ഇതിനെക്കുറിച്ച് ചിന്തിക്കണമെന്ന് ആലോചിച്ച് നോക്കാം. പലപ്പോഴും പലരും കാരണം നമുക്ക് വലിയ വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. പുറത്തു കൊടുക്കുക. നമ്മൾ പുറത്തു കൊടുത്തു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കും പുറത്തു തരും. എത്ര വലിയ തെറ്റുകൾ നമ്മളോട് ചെയ്തു കഴിഞ്ഞാലും പുറത്തു കൊടുക്കാൻ ശ്രമിക്കാം. ഈ കൊലപാതകത്തിന്റെ കേസിൽ പോലും അല്ലെ, അവകാശികൾക്ക് പുറത്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമം. സുബ്ഹാനല്ലാഹ്. ഭയങ്കര പ്രയാസമാണ് അല്ലെ, എന്നാലും അത് ചെയ്യലാണ് ഉത്തമം. പുറത്തു കൊടുക്കല് സുബ്ഹാനല്ലാഹ്. എവിടെയൊക്കെ നിയമങ്ങളുണ്ടോ അവിടെയൊക്കെ പുറത്തു കൊടുക്കലും നമ്മുടെ ദീനിലുണ്ട്. സുബ്ഹാനല്ലാഹ്. കഠിനമായ നിയമം തന്നെയാണ് ഖിസാസിലെ, അവിടെ പോലും പുറത്തു കൊടുക്കാന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പുറത്തു കൊടുക്കുന്നവന്റെ ഡിഗ്നിറ്റി അല്ലാഹു സുബ്ഹാനഹു തആല ഉയർത്തും, അവന്റെ നില അല്ലാഹു സുബ്ഹാനഹു, സ്റ്റേറ്റസ് അല്ലാഹു സുബ്ഹാനഹു തആല ഒരുപാട് ഉയർത്തും. ആളുകളുടെ കണ്ണിൽ അവനെ അല്ലാഹു സുബ്ഹാനഹു തആല ഉയർത്തും. നിങ്ങൾക്ക് ആളുകളുടെ കണ്ണില് വാല്യൂ വേണമെന്ന് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പനകൾ അനുസരിക്കുക. നിങ്ങൾ ആളുകൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക, പുറത്തു കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളുടെ നില ഉയർത്തും. വേറെ ഒരു രീതിയിൽ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു തആല ഉയർത്താതെ നമ്മുടെ നില ഒരു തരത്തിലും ഉയരുകയില്ല. വേറെ ഏതെങ്കിലും വഴി നിങ്ങൾ നിങ്ങളുടെ വാല്യൂ കൂട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു തആലയ്ക്ക് നമ്മുടെ വാല്യൂ കൂട്ടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആലയിലേക്ക് തിരിയും. ഞാൻ പറഞ്ഞു, എവിടെയൊക്കെ നിയമങ്ങളുണ്ടോ അവിടെയൊക്കെ പുറത്തു കൊടുക്കലും എൻകറേജ് ചെയ്യുന്ന ഒരു ദീനാണ് നമ്മുടേത്. ഇസ്ലാമിക സാഹോദര്യം ഏത് തെറ്റിലും നിലനിർത്തുന്ന ഒരു ദീനാണ് നമ്മളുടേത്. സുബ്ഹാനല്ലാഹ്. എത്ര വലിയ തെറ്റ് ചെയ്തു കഴിഞ്ഞാലും ഇസ്ലാമിക സാഹോദര്യം മുറിയുന്ന ആ ഒരു സാഹചര്യം അവിടെ ഇല്ല അല്ലെ. എന്നാൽ നമ്മൾ ഇന്നോ എന്തിന്റെ പേരിലാണ് പലരിടത്തും തിരിഞ്ഞും മറിഞ്ഞും മുഖം തിരിച്ചും നിൽക്കുന്നത്. പലപ്പോഴും നമ്മൾ ഖുർആന്റെ പേരിൽ പോലും നമ്മുടെ കുടുംബങ്ങളുടെ ഇടയിൽ അല്ലേ നമ്മൾ തിരിഞ്ഞു നിൽക്കാറുണ്ട്. അവർ അത് ഫോളോ ചെയ്യുന്നവരാണ്, ഇവർ ഫോളോ ചെയ്യുന്നവരാണ്, അവരോട് മിണ്ടണ്ട. സുബ്ഹാനല്ലാഹ്. അത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ആരെങ്കിലും തമ്മിലുണ്ടെങ്കിൽ പോയി ഇണക്കുക. അവരിങ്ങോട്ട് എന്ത് ചെയ്യുന്നു എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ അടുത്ത് ചോദിക്കില്ല, നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതേ ചോദിക്കുള്ളൂ. ഓക്കെ. അപ്പം ഒരാള് അല്ലെ ഒരു സീരിയൽ കില്ലർ ആണെങ്കിൽ പോലും അതിന്റെ ഉദാഹരണം പോലും നമ്മുടെ മുമ്പിലുണ്ട് അല്ലെ. 99 ആളുകളെ കൊന്നിട്ട് സുബ്ഹാനല്ലാഹ് അയാൾക്ക് മാറണം എന്ന് തോന്നി, ആ പോണ വഴിക്ക് ഒരാളെയും കൊന്ന് 100 ആക്കി. സുബ്ഹാനല്ലാഹ്. എന്നിട്ടും അയാൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല പുറത്തു കൊടുത്തിട്ടുണ്ട്. അപ്പൊ
എപ്പോഴും നമുക്കൊരു മാറ്റം, ഒരു ഇമ്പ്രൂവ്മെന്റിനുള്ള സ്കോപ്പ് അവിടെ ബാക്കിയുണ്ട്. എപ്പോഴും നമുക്ക് മാറാനുള്ള ഒരു ഓപ്ഷൻ, ഏത് മോശപ്പെട്ട വ്യക്തിക്കും മാറാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ബാക്കിയുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് തൗബ അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചത്, അല്ലെ? തൗബ, ഒരു വ്യക്തിയുടെ മരണം അവനെ പിടികൂടുന്നത് വരെ തൗബയുടെ വാതിലുകൾ ഓപ്പൺ ആണ്. അതുകൊണ്ട് നമ്മൾ ചെയ്ത തെറ്റുകളും തൗബ ചെയ്ത് മടങ്ങുക, മറ്റുള്ളവർക്കും തൗബ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓൻ അത് ചെയ്തതാണെന്ന്, അതുകൊണ്ട് ഓനെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കി എന്ന് ചിന്തിക്കുന്നതിന്റെ മുമ്പ് ഈ ഒരു ആയത്തിനെ കുറിച്ച് ചിന്തിക്കുക. കൊലപാതകത്തിന്റെ കാര്യത്തിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല സാഹോദര്യത്തിന് എങ്ങനെയാണ് ഉറപ്പിച്ചതെന്ന്, അതുപോലെ നമ്മൾ മറ്റുള്ളവർക്കും കഴിവിന്റെ പരമാവധി പുറത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. ആമീൻ. اللهم إني عبدك ابن عبدك ابن أمتك ناصيتي بيدك ماض في حكمك عدل في قضاؤك أسألك بكل اسم هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. اللهم اغفر للمسلمين والمسلمات والمؤمنين والمؤمنات الأحياء منهم والأموات. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.